അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്റീരിയർ സ്ട്രക്ചർ ഓഫ് എർത്തിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ബേസിക്സ് ഓഫ് ജോഗ്രഫി എന്ന ടോപ്പിക് തീർത്തു. ഇന്ന് നമ്മൾ ഇന്റീരിയർ സ്ട്രക്ചറിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്റീരിയർ സ്ട്രക്ചർ ഓഫ് എർത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എർത്തിന്റെ ഉള്ളിൽ ലെയേഴ്സ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലെ. അപ്പോൾ എർത്തിന്റെ ഉൾഭാഗം ലെയേഴ്സ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ലെയേഴ്സിന് മൂന്നായിട്ട് തിരിക്കാം. എർത്തിന്റെ ഔട്ടർ കവറിങ് ഇതിനെയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയുക. ഇനി എർത്തിന്റെ മിഡിൽ പോർഷനെയാണ് നമ്മൾ മാന്റിൽ എന്ന് പറയുക. ഇനി എർത്തിന്റെ ഇന്നർ ഭാഗം ഇതിനെയാണ് നമ്മൾ കോർ എന്ന് പറയുക. അപ്പൊ ക്രസ്റ്റ്, മാന്റില്, കോർ. അപ്പൊ നിങ്ങളോട് ഒരു കാര്യം പറയാം, ഇത് ഈ മൂന്ന് ഭാഗങ്ങൾ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതിന് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് ഞാൻ കണക്ട് ചെയ്തു തരാം. അതായത് നമ്മുടെ ഏപ്രിക്കോട്ട് കണ്ടിട്ടുണ്ടോ? ഏപ്രിക്കോട്ട് എന്ന് പറയുന്ന ഫ്രൂട്ട്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ജാതിക്ക എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് നിങ്ങളൊന്ന് ഓർത്താൽ മതി. ഈ ജാതിക്കായയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കറിയാം ജാതിക്കായക്ക് ഒരു സ്കിൻ ഉണ്ട്. സ്കിൻ എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ള ഒരു ലൈറ്റ് യെല്ലോയിഷ് കളറിലെ ഒരു സ്കിന്ന്. അതിന്റെ നടുക്ക് ഒരു വൈറ്റ് പാർട്ട് ഉണ്ട്. ആ വൈറ്റ് പാർട്ട് നമ്മൾ ഉപ്പും മുളകും ഒക്കെ ഇട്ട് ചതച്ച് കഴിക്കുന്ന ഒരു ഭാഗമാണ്, എഡിബിൾ പാർട്ടാണ് അല്ലെ. ഇനി അതിന്റെ നടുക്കായിട്ട് നോക്കിയാൽ ജാതിക്കായ നമ്മൾ നടുക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നടുവിലായിട്ട് സീഡ് കാണാം. ഇതുപോലെയാണ് കോർ ഇരിക്കുന്നത്. അപ്പോൾ മൂന്ന് ലെയേഴ്സ് ആയിട്ട് തിരിച്ചാണ് ക്രസ്റ്റ്, മാന്റില്, അതുപോലെ തന്നെ കോർ. ഇതാണ് മൂന്ന് ലെയേഴ്സ്. അപ്പൊ നമ്മൾ ജാതിക്കായയുടെ സ്കിന്നിന് തുല്യമാണ് ക്രസ്റ്റ്, ജാതിക്കായയുടെ എഡിബിൾ പാർട്ടിന് തുല്യമാണ് മാന്റിൽ എന്ന് പറയുന്ന ഭാഗം. ഇനി ജാതിക്കയുടെ ഉള്ളിലുള്ള സീഡിന് തുല്യമാണ് കോർ എന്ന് പറയുന്ന ഭാഗം. ഇനി ഈ ക്രസ്റ്റ്, മാന്റിൽ, കോറിനെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓരോ ലെയറിനെയും വീണ്ടും വീണ്ടും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ക്രസ്റ്റിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്, അപ്പർ ക്രസ്റ്റ്, ലോവർ ക്രസ്റ്റ്. മാന്റിലിനെ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു, അപ്പർ മാന്റില്, ലോവർ മാന്റില്. കോറിനെ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു, ഔട്ടർ കോർ, ഇന്നർ കോർ. അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, ക്രസ്റ്റിനെയും മാന്റിലിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അപ്പർ ആൻഡ് ലോവർ എന്ന് കണ്ട. അപ്പർ ആൻഡ് ലോവർ ഇങ്ങനെയാണ് നമ്മൾ ക്രസ്റ്റിനെയും മാന്റിലിനെയും ഡിവൈഡ് ചെയ്യുന്നത്. എന്നാൽ കോറിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഔട്ടർ കോർ, ഇന്നർ കോർ. ഇങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക, ഔട്ടർ കോർ, ഇന്നർ കോർ. അങ്ങനെയാണ് നമ്മൾ കോറിനെ ഡിവൈഡ് ചെയ്യുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എർത്തിനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എർത്ത് നമ്മൾ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഒരു ക്രീം കേക്ക് എടുക്കുന്ന പോലെ ഇരിക്കും, ലെയേഴ്സ് ആയിട്ടിരിക്കും. ഈ പിക്ചർ കണ്ടോ? ഈ പിക്ചറിൽ കാണുന്ന പോലെ നല്ല അടിപൊളി ലെയേഴ്സ് ആയിട്ടായിരിക്കും എർത്ത് ഇരിക്കുക. കണ്ടോ? ഓരോരോ ലെയേഴ്സ്. അപ്പൊ ഈ ലെയേഴ്സ് എങ്ങനെയാ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും സർഫസിൽ വരുന്നത് ക്രസ്റ്റ് ആണ്. ഈ ക്രസ്റ്റിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ക്രസ്റ്റിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചാണ്? അപ്പർ ക്രസ്റ്റ് എന്നും അതുപോലെ തന്നെ ലോവർ ക്രസ്റ്റ് എന്നും രണ്ടായിട്ട് തിരിച്ചാണ് അപ്പർ ക്രസ്റ്റും ലോവർ ക്രസ്റ്റും. ഇനി അതിന്റെ താഴെയാണ് മാന്റില്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്പർ മാന്റിലും അതുപോലെ തന്നെ ലോവർ മാന്റിലും, അപ്പർ മാന്റിലും ലോവർ മാന്റിലും. താഴെയായിട്ട് ഔട്ടർ കോറും ഇന്നർ കോറും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഓർഡർ. ഏറ്റവും പുറത്ത് അപ്പർ ക്രസ്റ്റ്, അതിന് താഴെ ലോവർ ക്രസ്റ്റ്, ദെൻ അപ്പർ മാന്റിൽ, ലോവർ മാന്റിൽ, ഔട്ടർ കോർ, ഇന്നർ കോർ. ഇങ്ങനെ 6 ലെയേഴ്സ് ആയിട്ട് നമ്മൾ എർത്തിനെ തിരിച്ചിരിക്കുന്നു. ഇനി ഒരു കാര്യം ഞാൻ പറയാം, ഈ ഓരോ ലെയറിന്റെ ഇടയിലായിട്ടും ബൗണ്ടറി സോണുകൾ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഓരോ ലെയറിനെയും തമ്മിൽ വേർതിരിച്ചിട്ടുണ്ട് അല്ലെ. ഇവിടെ ഒരു ബ്ലാക്ക് വര നിങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ ആ ബ്ലാക്ക് വര കൊണ്ട് ഇവിടെ ഓരോ ലെയറും തമ്മിൽ തിരിച്ചേക്കാണ്. കണ്ട? ക്രസ്റ്റും അപ്പർ മാന്റിലും തമ്മിൽ, അപ്പർ മാന്റിലും ലോവർ മാന്റിലും തമ്മിൽ, അതുപോലെ തന്നെ മാന്റിലും കോറും തമ്മിൽ, അല്ലെങ്കിൽ ഔട്ടർ കോറും ഇന്നർ കോറും തമ്മിൽ. ഇവിടെ ക്രസ്റ്റിന്റെ ഇടയ്ക്ക് ഉണ്ട് ഒരെണ്ണം, ഒരു ലൈൻ ഉണ്ട്. അപ്പൊ ഇവരെയാണ് നമ്മൾ ഡിസ്കണ്ടിന്യൂറ്റീസ് എന്ന് പറയുക. ഓരോ ലെയറിനും ഇടയിലായി വരുന്ന ബൗണ്ടറി സോണുകളാണ് ഡിസ്കണ്ടിന്യൂറ്റീസ്. അപ്പൊ എന്താണ് ഡിസ്കണ്ടിന്യൂറ്റീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എർത്തിനുള്ളിൽ വരുന്ന ഓരോ ലെയറിന്റെയും ഇടയിലെ ബോർഡറിങ് സോൺസിനെയാണ് ഡിസ്കണ്ടിന്യൂറ്റീസ് എന്ന് പറയുക. എർത്തിന്റെ ഉള്ളിൽ വരുന്ന ഓരോ ലെയറിന്റെ ഇടയിൽ വരുന്ന ബോർഡേഴ്സിനെയാണ് ഡിസ്കണ്ടിന്യൂറ്റീസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ ഡിസ്കണ്ടിന്യൂറ്റീസ് എന്ന് വിളിക്കുന്നത്? ഡിസ്കണ്ടിന്യൂറ്റീസ് എന്ന് വിളിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, എർത്തിനുള്ളിലൂടെ
ഭൂകമ്പ തരംഗങ്ങൾ കടന്നു പോകുമ്പോൾ, അതായത് ഭൂചലനം ഉണ്ടാവുമ്പോൾ ഒരു സെറ്റ് ഓഫ് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവരെയാണ് നമ്മൾ ഭൂകമ്പ തരംഗങ്ങൾ എന്ന് പറയുക. ഓക്കെ, ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ സീസ്മിക് വേവ്സ് എന്ന് പറയും. അതായത് ഭൂചലനം ഉണ്ടാവുന്ന സമയത്ത് ഭൂമിക്കുള്ളിലൂടെ സീസ്മിക് വേവ്സ് അഥവാ ഭൂകമ്പ തരംഗങ്ങൾ കടന്നു പോകുന്നു. അപ്പൊ ഈ ഭൂകമ്പ തരംഗങ്ങൾ ഒരു ലെയറിൽ നിന്ന് മറ്റൊരു ലെയറിലോട്ട് പോകുമ്പോൾ അത് നേരെ പോവില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ ലെയറിലും ഡെൻസിറ്റി ഡിഫറൻസസ് ഉണ്ട്. അതെന്താണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഭൂമിയുടെ ഉള്ളിലോട്ട് പോകുന്തോറും, ഭൂമിക്കുള്ളിലോട്ട് പോകുന്തോറും ടെമ്പറേച്ചർ കൂടുന്നുണ്ട്, പ്രഷർ കൂടുന്നുണ്ട്, അതുപോലെ തന്നെ ഡെൻസിറ്റി കൂടുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കണം. അതായത് ഭൂമിക്കുള്ളിലോട്ട് പോകുന്തോറും ഓരോ ലെയേഴ്സ് കഴിയുന്തോറും ടെമ്പറേച്ചർ കൂടും, പ്രഷർ കൂടും, ഡെൻസിറ്റി കൂടും. അപ്പോൾ താഴോട്ട് പോകുന്തോറും ലെയറിന്റെ ഡെൻസിറ്റി കൂടിക്കൂടി വരും. ക്രസ്റ്റിനേക്കാളും ഡെൻസിറ്റി കൂടുതലാണ് മാന്റിലിന്, മാന്റിലിനേക്കാളും ഡെൻസിറ്റി കൂടുതലാണ് കോറിന്. അപ്പൊ ഈ ഡെൻസിറ്റി ഡിഫറൻസസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഭൂമിക്കുള്ളിലൂടെ സീസ്മിക് വേവ്സ് ചലിക്കുമ്പോൾ ആ സീസ്മിക് വേവ്സിന്റെ പാത്തില് വേരിയേഷൻ ഉണ്ടാവും. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് വെച്ചേക്കുന്നു. ഓക്കെ, നിങ്ങൾ തന്നെ മനസ്സിൽ ആലോചിച്ച് നോക്കുക. ഒരു ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം എടുത്ത് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു പേന അതിൻ്റെ ഉള്ളിൽ വെച്ചു. വെള്ളം എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു പെൻ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്, ചില്ല് ഗ്ലാസ് ആണ്, ഇതിന്റെ പുറത്തേക്കൂടെ നോക്കി കഴിഞ്ഞാൽ ആ പെൻ നേരെ ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി കുറച്ചു നേരം കഴിഞ്ഞ് നിങ്ങൾ അതേ ഗ്ലാസ്സിൽ തന്നെ കുറച്ച് വെള്ളം നിറച്ചു. വെള്ളം നിറച്ചിട്ട് നിങ്ങൾ പെൻ അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കുകയാണെങ്കിൽ ആ പെൻ ഒടിഞ്ഞിരിക്കുന്ന പോലെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുക. കാരണം എന്താണ്? അവിടെ റിഫ്രാക്ഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട്. എന്ത് പ്രോസസ്സ് നടക്കുന്നുണ്ട്? റിഫ്രാക്ഷൻ എന്ന പ്രോസസ്സ്. അപ്പൊ ഇതേ സംഭവം തന്നെയാണ്. ഭൂമിയുടെ ഓരോ ലെയറിലും ഡെൻസിറ്റി ഡിഫറൻസസ് ഉണ്ടെങ്കിൽ ഭൂമിയുടെ ഓരോ ലെയറിലൂടെയും കടന്നു പോകുന്ന സീസ്മിക് വേവ്സിന്റെ ചലനം കണ്ടിന്യൂസ് ആയിരിക്കില്ല. അത് ഓരോ ലെയർ ക്രോസ് ചെയ്യുമ്പോഴും ഡിസ്കണ്ടിന്യൂസ് ആവും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓരോ ലെയറിന് ഇടയിലുള്ള ബൗണ്ടറി സോണിനെയും ഡിസ്കണ്ടിന്യൂയിറ്റീസ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഡിസ്കണ്ടിന്യൂയിറ്റീസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇനി നമ്മൾ ഓരോ ഡിസ്കണ്ടിന്യൂയിറ്റി ആയിട്ട് നോക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ഡിസ്കണ്ടിന്യൂയിറ്റി കൊണോഡ് ഡിസ്കണ്ടിന്യൂയിറ്റി. ശരിക്കും ഇത് പുസ്തകങ്ങളിൽ കൊണോഡ് എന്നാണ് കൊടുക്കുന്നത്. ശരിക്കും കൊണോഡ് എന്നല്ല, കോൺറാഡ് എന്നാണ് ശരിക്കും ഇതിന്റെ പേര്. ഇത് കണ്ടുപിടിച്ച ആളുടെ പേരാണ് വിൻസെന്റ് കോൺറാഡ്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ സാധനത്തിന്റെ പേര് കോൺറാഡ് എന്നിട്ടാണ്. അപ്പൊ കോൺറാഡ് ഡിസ്കണ്ടിന്യൂയിറ്റി. കോൺറാഡ് ഡിസ്കണ്ടിന്യൂയിറ്റി എന്ന് പറയുന്നത് അപ്പർ ക്രസ്റ്റിനും ലോവർ ക്രസ്റ്റിനും ഇടയിലാണ്. ബിറ്റ്വീൻ അപ്പർ ക്രസ്റ്റ് ആൻഡ് ലോവർ ക്രസ്റ്റ്. അപ്പർ ക്രസ്റ്റിനും ലോവർ ക്രസ്റ്റിനും ഇടയിൽ കാണുന്ന ഡിസ്കണ്ടിന്യൂയിറ്റി ആണ് കോൺറാഡ് ഡിസ്കണ്ടിന്യൂയിറ്റി. അടുത്താണ് മൊഹറോവിക് ഡിസ്കണ്ടിന്യൂയിറ്റി. മൊഹറോവിക് ഡിസ്കണ്ടിന്യൂയിറ്റിനെ തന്നെ നമ്മൾ മൊഹോ ഡിസ്കണ്ടിന്യൂയിറ്റി എന്ന് വിളിക്കും. ഷോർട്ട് ഫോം ആയിട്ട് മൊഹോ ഡിസ്കണ്ടിന്യൂയിറ്റി എന്ന് വിളിക്കും. അപ്പൊ മൊഹോ ഡിസ്കണ്ടിന്യൂയിറ്റി ഒന്നില്ലെങ്കിൽ നമുക്ക് പറയാം ക്രസ്റ്റിനും മാന്റിലിനും ഇടയിലാണ്. ക്രസ്റ്റിനും മാന്റിലിനും ഇടയിലാണ് പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം എന്ത്, ലോവർ ക്രസ്റ്റിനും അപ്പർ മാന്റിലിനും ഇടയിലാണ്. ലോവർ ക്രസ്റ്റ് ആൻഡ് അപ്പർ മാന്റിൽ. അപ്പൊ നമുക്ക് ഏതൊരു രീതിയിൽ പറയാം. ഒന്നില്ലെങ്കിൽ പറയാം ലോവർ ക്രസ്റ്റിനും അപ്പർ മാന്റിലിനും ഇടയിലാണ്, അല്ലെങ്കിൽ പറയാം ക്രസ്റ്റിനും മാന്റിലിനും ഇടയിലാണ് എന്ന് പറയാം. അടുത്തതാണ് റെപ്പിറ്റീവ് ഡിസ്കണ്ടിന്യൂയിറ്റി. റെപ്പിറ്റീവ് ഡിസ്കണ്ടിന്യൂയിറ്റി എന്ന് പറഞ്ഞാൽ അപ്പർ മാന്റിലിനും ലോവർ മാന്റിലിനും ഇടയിലാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, മാന്റിൽ അപ്പർ മാന്റിൽ ലോവർ മാന്റിൽ, അപ്പൊ റിപ്പീറ്റ് ചെയ്യുന്നു, അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ റെപ്പിറ്റീവ് ഡിസ്കണ്ടിന്യൂയിറ്റി എന്ന് പറയുന്നത് അപ്പർ മാന്റിലിനും ലോവർ മാന്റിലിനും ഇടയിലാണ്. ഇനി മാന്റിലിനും കോറിനും, അല്ലെങ്കിൽ നമുക്ക് പറയാം ലോവർ മാന്റിലിനും ഔട്ടർ കോറിനും ഇടയിലാണ് ഗുട്ടൻബെർഗ് ഡിസ്കണ്ടിന്യൂയിറ്റി. ഓക്കെ, അപ്പൊ ലോവർ മാന്റിലിനും ഔട്ടർ കോറിനും ഇടയിൽ, അല്ലെങ്കിൽ നമുക്ക് പറയാം മാന്റിലിനും കോറിനും ഇടയിലാണ് ഗുട്ടൻബെർഗ് ഡിസ്കണ്ടിന്യൂയിറ്റി. ദെൻ ഔട്ടർ കോറിനും ഇന്നർ കോറിനും ഇടയിലാണ് ലേമാൻ ഡിസ്കണ്ടിന്യൂയിറ്റി. ഔട്ടർ കോറിനും ഇന്നർ കോറിനും ഇടയിലാണ് ലേമാൻ ഡിസ്കണ്ടിന്യൂയിറ്റി വരിക. അപ്പൊ ഇത്രയാണ് ഡിസ്കണ്ടിന്യൂയിറ്റീസ്.
അപ്പോ ഒന്നും കൂടെ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പഠിക്കാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂറ്റി അപ്പർ മാൻഡിൽ ലോവർ മാൻഡിലിന്റെ സോറി അപ്പർ ക്രസ്റ്റിനും ലോവർ ക്രസ്റ്റിനും ഇടയിൽ. മൊഹോ അല്ലെങ്കിൽ മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി നമ്മൾ പറഞ്ഞു ലോവർ ക്രസ്റ്റിനും അപ്പർ മാൻഡിലിനും ഇടയിൽ, അല്ലെങ്കിൽ നമുക്ക് പറയാം ക്രസ്റ്റിനും മാൻഡിലിനും ഇടയിൽ. ദെൻ റെപ്പിറ്റി ഡിസ്കണ്ടിന്യൂറ്റി അപ്പർ മാൻഡിലിനും ലോവർ മാൻഡിലിനും ഇടയിൽ. ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി ഒന്നില്ലെങ്കിൽ മാൻഡിലിനും കോറിനും ഇടയിൽ എന്ന് പറയാം, അല്ലെങ്കിൽ ലോവർ മാൻഡിലിനും ഔട്ടർ കോറിനും ഇടയിൽ എന്ന് പറയാം. ലേമാൻ ഡിസ്കണ്ടിന്യൂറ്റി ഔട്ടർ കോറിനും ഇന്നർ കോറിനും ഇടയിൽ. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക്? ഓക്കെ, ഇനി നമ്മൾ ഡിസ്കണ്ടിന്യൂറ്റീസിന്റെ പേര് മാത്രം ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ അതൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ ഡിസ്കണ്ടിന്യൂറ്റീസിന്റെ പേര് മാത്രം ഇവിടെ കൊടുത്തേക്കാണ്. കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂറ്റി ആർക്കൊക്കെ ഇടയിലാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആർക്കൊക്കെ ഇടയിലാണ് കോൺട്രാഡ്? അപ്പർ ക്രസ്റ്റ് ആൻഡ് ലോവർ ക്രസ്റ്റ്. അപ്പർ ക്രസ്റ്റിനും ലോവർ ക്രസ്റ്റിനും ഇടയിലാണ് കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂറ്റി. മൊഹോ ഡിസ്കണ്ടിന്യൂറ്റി ആർക്കൊക്കെ ഇടയിലാണ്? ലോവർ ക്രസ്റ്റ് ആൻഡ് അപ്പർ മാൻഡിൽ. ഓക്കെ, അപ്പൊ ലോവർ ക്രസ്റ്റ് ആൻഡ് അപ്പർ മാൻഡിലിന് ഇടയിലാണ് മൊഹോ ഡിസ്കണ്ടിന്യൂറ്റി. അല്ലെങ്കിൽ നമുക്ക് പറയാം ക്രസ്റ്റിനും മാൻഡിലിനും ഇടയ്ക്കാണ് എന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത് റെപ്പിറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി. നമ്മൾ പറഞ്ഞു അപ്പർ മാൻഡിൽ ആൻഡ് ലോവർ മാൻഡിൽ. അപ്പർ മാൻഡിലിനും അതുപോലെ തന്നെ ലോവർ മാൻഡിലിനും ഇടയിലാണ് റെപ്പിറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി ഇരിക്കുന്നത്. ഇനി ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ മാൻഡിൽ ആൻഡ് ഔട്ടർ കോർ. അത് ലോവർ മാൻഡിലിനും ഔട്ടർ കോറിനും ഇടയിലാണ്. അപ്പോ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു പറഞ്ഞു? മാൻഡിലിനും കോറിനും ഇടയിലാണ് എന്ന് പറയാം. പിന്നെ നമ്മൾ പറഞ്ഞത് ലേമാൻ ഡിസ്കണ്ടിന്യൂറ്റി ആണ്. അത് ഔട്ടർ കോറിനും ഇന്നർ കോറിനും ഇടയിലാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും ഡിസ്കണ്ടിന്യൂറ്റീസ് നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ രണ്ട് തരത്തിലാണ് ക്വസ്റ്റ്യൻ വരിക. ഒന്നില്ലെങ്കിൽ നിങ്ങളോട് പരീക്ഷയ്ക്ക് ഏതെങ്കിലും ഒരു ഡിസ്കണ്ടിന്യൂറ്റി വന്നിട്ട് അത് ഏതൊക്കെ ലെയറിന് ഇടയിലാണ് എന്ന് ചോദിക്കുക. എക്സാമ്പിൾ റെപ്പിറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റീസ് ബിറ്റ്വീൻ അങ്ങനെ ചോദിക്കാം. അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ക്വസ്റ്റ്യൻ വരും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഡിസ്കണ്ടിന്യൂറ്റീസിനെ എർത്തിന്റെ സർഫസിൽ നിന്ന് സെന്റർ ഓഫ് എർത്ത് വരെ അറേഞ്ച് ചെയ്യാൻ പറയും. അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഡിസ്കണ്ടിന്യൂറ്റീസിനെ സെന്റർ ഓഫ് എർത്തിൽ നിന്ന് സർഫസ് ഓഫ് എർത്തിലോട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പൊ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടുക. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഓരോ ലെയറും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകും. അപ്പൊ ഫസ്റ്റ് ലെയർ നമ്മുടെ ക്രസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ക്രസ്റ്റ് ആണല്ലോ ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. അപ്പൊ ഇറ്റ് ഈസ് ദ ഔട്ടർ ലെയർ. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ജാതിക്കയുടെ സ്കിന്നായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്തത്. അപ്പൊ ഔട്ടർ ലെയർ ആണ്, തിൻ ലെയർ ആണ്. അപ്പൊ ഇറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് തിന്നർ ലെയർ ഓഫ് ദി എർത്ത്. എർത്തിൽ ഏറ്റവും പുറത്തായി കാണുന്നതും ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള, അതായത് ഏറ്റവും കനം കുറഞ്ഞതുമായിട്ടുള്ള ലെയർ ആണ് ക്രസ്റ്റ്. ക്രസ്റ്റിന്റെ ഒരു ആവറേജ് തിക്നെസ് എന്ന് പറയുന്നത് 30 to 50 കിലോമീറ്റേഴ്സ് ആണ്. ക്രസ്റ്റിന്റെ ആവറേജ് തിക്നെസ് എന്ന് പറയുന്നത് 30 to 50 കിലോമീറ്റേഴ്സ് ആണ്. ക്രസ്റ്റ് ഇരിക്കുന്ന സ്റ്റേറ്റ് സോളിഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഏത് ലെയറിനെ കുറിച്ച് പഠിച്ചാലും ആ ലെയറിന്റെ ഡെപ്ത് അല്ലെങ്കിൽ തിക്നെസ് പഠിക്കണം. അതിന്റെ ഡെപ്ത് അല്ലെങ്കിൽ തിക്നെസ് നമുക്ക് പഠിക്കാനുണ്ട്. രണ്ടാമതായിട്ട് അത് ഏത് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്, സോളിഡ് ആണോ ലിക്വിഡ് ആണോ സെമി സോളിഡ് ആണോ അത് പഠിക്കണം. ദെൻ എർത്തിന്റെ വോളിയത്തിൽ എത്ര കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്ന് പഠിക്കണം. എർത്തിന്റെ ടോട്ടൽ വോളിയം എടുത്തു കഴിഞ്ഞാൽ എത്ര വോളിയമാണ് ആ പർട്ടിക്കുലർ ലെയർ എന്ന് പഠിക്കണം. പിന്നെ അതിന്റെ ഡിവിഷൻ ഉണ്ടെങ്കിൽ ആ ഡിവിഷനും പഠിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓരോ ലെയറിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഓരോ ലെയറും പഠിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ലെയറിന്റെ ഡെപ്ത് അല്ലെങ്കിൽ തിക്നെസ് നോക്കും. ദെൻ അതിന്റെ സ്റ്റേറ്റ് സോളിഡ് ആണോ ലിക്വിഡ് ആണോ എന്ന് നോക്കണം. ദെൻ വോളിയം, എർത്തിന്റെ ടോട്ടൽ വോളിയത്തിൽ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കണം. ഫൈനലി അതിന്റെ ഒരു എന്താ പറയാ ഒരു ഡിവിഷൻ അതെങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ക്രസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ക്രസ്റ്റിന്റെ ഡെപ്ത് അല്ല, ഇവിടെ തിക്നെസ് ആണ് പറയുന്നത്. തിക്നെസ് എന്ന് പറയുന്നത് ഒരു 30 to 50 കിലോമീറ്റർ വരും. അതിന്റെ സ്റ്റേറ്റ് ക്രസ്റ്റ് സോളിഡ് സ്റ്റേറ്റിലാണ്. ഇനി എർത്തിന്റെ വോളിയത്തിൽ വെറും
1% മാത്രമാണ് ക്രസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. എർത്തിന്റെ ടോട്ടൽ വോളിയം എടുത്തു കഴിഞ്ഞാൽ അതിൽ വെറും 1% മാത്രമാണ് ക്രസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ക്രസ്റ്റിനെ രണ്ടായി പഠിച്ചിട്ടുണ്ട്, അപ്പർ ക്രസ്റ്റ് എന്നും ലോവർ ക്രസ്റ്റ് എന്നും. ഇവിടെ ആ ഒരു ക്ലാസിഫിക്കേഷൻ അല്ല നമ്മൾ പഠിക്കുന്നത്. ഇവിടെ നമ്മൾ പഠിക്കുന്ന ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കോണ്ടിനെന്റൽ ക്രസ്റ്റ്, ഓഷ്യൻ ക്രസ്റ്റ്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. കോണ്ടിനെന്റൽ ക്രസ്റ്റ്, ഓഷ്യൻ ക്രസ്റ്റ്, അതാണ് ക്ലാസിഫിക്കേഷൻ. ഇപ്പൊ കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്നും ഓഷ്യൻ ക്രസ്റ്റ് എന്നും രണ്ടായി തിരിക്കുന്നു. ഇനി നമുക്ക് ഈ കോണ്ടിനെന്റൽ ക്രസ്റ്റും ഓഷ്യൻ ക്രസ്റ്റും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആദ്യം പഠിക്കാം. എന്താണ് കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഉണ്ടായേക്കുന്ന മൂലകങ്ങൾ, അല്ലെങ്കിൽ മേജർലി മെയ്ഡപ്പ് ഓഫ്? കോണ്ടിനെന്റൽ ക്രസ്റ്റ് മേജർലി ഉണ്ടായേക്കുന്നത് സിലിക്കയും അലൂമിനിയവും കൊണ്ട്. അപ്പൊ ഓർക്കണം, സിലിക്കൺ അല്ല. നിങ്ങൾക്ക് ഓപ്ഷനിൽ ചിലപ്പോൾ സിലിക്കൺ എന്ന് തരും. സിലിക്കൺ അല്ല, സിലിക്കയാണ്. സിലിക്ക ആൻഡ് അലൂമിനിയം കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. സിലിക്കയുടെ Siയും അലൂമിനിയത്തിന്റെ Alഉം കൂടെ കൂട്ടി നമുക്ക് കോണ്ടിനെന്റൽ ക്രസ്റ്റിനെ സിയാൽ എന്ന് വിളിക്കാം. അപ്പൊ കോണ്ടിനെന്റൽ ക്രസ്റ്റിനെ വിളിക്കുന്ന പേര് സിയാൽ എന്ന. എന്താണ് സിയാൽ എന്ന് വിളിക്കുന്നത്? കാരണം അത് ഉണ്ടായിരിക്കുന്നത് 2 മൂലകങ്ങൾ കൊണ്ടാണ്, സിലിക്ക ആൻഡ് അലൂമിനിയം. സിയാൽ എന്ന് വിളിക്കാം. ഇനി കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ ഒരു തിക്നെസ് എന്ന് പറയുന്നത് 50 to 70 ആണ്. ആ ഒരു തിക്നെസ് 50 to 70 കിലോമീറ്റേഴ്സ് ആണ്. ഇനി ഞാൻ പറയുന്ന 2 കാര്യങ്ങൾ ഓർത്തിരിക്കണം. നമ്മൾ ജോഗ്രഫി നമുക്ക് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ കോണ്ടിനെന്റൽ ക്രസ്റ്റും ഓഷ്യൻ ക്രസ്റ്റും തമ്മിൽ നമ്മളൊന്ന് താരതമ്യം ചെയ്ത് വെക്കണം. അപ്പൊ കോണ്ടിനെന്റൽ ക്രസ്റ്റും ഓഷ്യൻ ക്രസ്റ്റും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കോണ്ടിനെന്റൽ ക്രസ്റ്റിന് തിക്നെസ് കൂടുതലാണ്. ശ്രദ്ധിച്ചേക്കണം, കോണ്ടിനെന്റൽ ക്രസ്റ്റിന് തിക്നെസ് കൂടുതലാണ്. ഓഷ്യൻ ക്രസ്റ്റിനെ അപേക്ഷിച്ച് കോണ്ടിനെന്റൽ ക്രസ്റ്റിന് തിക്നെസ് കൂടുതലാണ്. അപ്പൊ എന്തുകൊണ്ടാണ് കോണ്ടിനെന്റൽ ക്രസ്റ്റിന് തിക്നെസ് കൂടുന്നത്? 2 കാരണങ്ങൾ കൊണ്ടാണ് കോണ്ടിനെന്റൽ ക്രസ്റ്റിന് തിക്നെസ് കൂടുന്നത്. ഒന്ന്, റിലീഫ് ഫീച്ചേഴ്സ് കാരണം. അപ്പൊ കുറെ പേര് വിചാരിക്കുന്നുണ്ടാവും, എന്താണ് റിലീഫ് ഫീച്ചർ എന്ന് പറയുന്നത്? റിലീഫ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തിൽ കാണുന്ന ഭൂരൂപങ്ങൾ, അതായത് മൗണ്ടൻസ്, പ്ലേറ്റോസ്, പ്ലെയിൻസ്, ഇതിനൊക്കെയാണ് റിലീഫ് ഫീച്ചർ എന്ന് പറയുക. അപ്പൊ കോണ്ടിനെന്റൽ ക്രസ്റ്റിൽ ഒരുപാട് റിലീഫ് ഫീച്ചേഴ്സ് ഉണ്ട്. ഒരുപാട് മൗണ്ടൻസ്, പ്ലെയിൻസ്, പ്ലേറ്റ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ തിക്നെസ് കൂടും. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് കോണ്ടിനെന്റൽ ക്രസ്റ്റില് ഓഷ്യൻ ക്രസ്റ്റിനെ അപേക്ഷിച്ച് സെഡിമെന്റ്സ് കൂടുതലാണ്. കോണ്ടിനെന്റൽ ക്രസ്റ്റില് ഓഷ്യൻ ക്രസ്റ്റിനെ അപേക്ഷിച്ച് സെഡിമെന്റ്സ് കൂടുതലാണ്. അപ്പൊ സെഡിമെന്റ്സ് കൂടുന്നത് കൊണ്ടും അവിടെ തിക്നെസ് കൂടും. അപ്പോൾ ഈ കാര്യം അറിഞ്ഞിരിക്കുക. കോണ്ടിനെന്റൽ ക്രസ്റ്റ്, ഇത് ഒരിക്കലും മറക്കരുത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി ജോഗ്രഫി മുന്നോട്ട് പോവുക. അപ്പോൾ കോണ്ടിനെന്റൽ ക്രസ്റ്റിന് തിക്നെസ് കൂടുതലാണ്. എന്തുകൊണ്ട് തിക്നെസ് കൂടുന്നു? ഒന്നാമത്തെ കാരണം റിലീഫ് ഫീച്ചേഴ്സ്, രണ്ടാമത്തെ കാരണം എന്താണ്? സെഡിമെന്റ്സ്. ഇനി ഡെൻസിറ്റി കുറവാണ്. ഓഷ്യൻ ക്രസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ കോണ്ടിനെന്റൽ ക്രസ്റ്റിന് ഡെൻസിറ്റി കുറവാണ്. അപ്പൊ അതെന്തുകൊണ്ടാണ് എന്നതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് കോണ്ടിനെന്റൽ ക്രസ്റ്റിന് ഡെൻസിറ്റി കുറയുന്നത്? ഒന്നാമത്തെ കാരണം സെഡിമെന്റ്സ് ഉള്ളതുകൊണ്ട്. സെഡിമെന്റ്സ് ഉള്ളപ്പോ എന്താ ഡെൻസിറ്റി കുറയും. കാരണം ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. അപ്പൊ സെഡിമെന്റ്സ് ഉണ്ടെങ്കിൽ വോളിയം കൂടും, മാസ് കുറയും. അപ്പൊ അതുകൊണ്ടാണ് സെഡിമെന്റ്സ് കൊണ്ട് ഡെൻസിറ്റി കുറയുന്നത്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഓഷ്യൻ ക്രസ്റ്റ് ഉണ്ടായേക്കുന്നത് മാഗ്മ തണുത്തുറഞ്ഞാണ്. അതായത് മാന്റിലിൽ നിന്ന് വരുന്ന മാഗ്മ സോളിഡിഫൈ ചെയ്തിട്ടാണ് ഓഷ്യൻ ക്രസ്റ്റ് ഉണ്ടായേക്കുന്നത്. അതുകൊണ്ടാണ് ഓഷ്യൻ ക്രസ്റ്റിന് ഡെൻസിറ്റി കൂടുന്നത്. അപ്പോ ഞാൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യം, കോണ്ടിനെന്റൽ ക്രസ്റ്റ് മേജർലി ഏതൊക്കെ മൂലകങ്ങൾ കൊണ്ട് ഉണ്ടായേക്കുന്നു? സിലിക്കയും അലൂമിനിയോ. സിലിക്കയുടെ Siയും അലൂമിനിയത്തിന്റെ Alഉം എടുത്തിട്ട് കോണ്ടിനെന്റൽ ക്രസ്റ്റിനെ നമുക്ക് സിയാൽ എന്ന് വിളിക്കാം. കോണ്ടിനെന്റൽ ക്രസ്റ്റിന് തിക്നെസ് കൂടുതലാണ്. ഏകദേശം 50 to 70 കിലോമീറ്റേഴ്സ് തിക്നെസ് വരും. എന്തുകൊണ്ടാണ് കോണ്ടിനെന്റൽ ക്രസ്റ്റിന് തിക്നെസ് കൂടുന്നത്? അതിന് 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, കോണ്ടിനെന്റൽ ക്രസ്റ്റിൽ റിലീഫ് ഫീച്ചേഴ്സ് കൂടുതലാണ്. മൗണ്ടൻസ്, പ്ലേറ്റ്യൂസ്, പ്ലെയിൻസ് ഇതെല്ലാം കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കോണ്ടിനെന്റൽ ക്രസ്റ്റിൽ സെഡിമെന്റ്സ്
കൂടുതലാണ്. എന്നാൽ ഓഷ്യൻ ക്രസ്റ്റിനെ അപേക്ഷിച്ച് കോണ്ടിനെന്റൽ ക്രസ്റ്റിന് ഡെൻസിറ്റി കുറവാണ്. എന്തുകൊണ്ടാണ് ഡെൻസിറ്റി കുറയുന്നത്? ഒന്ന്, സെഡിമെന്റ്സ് കൂടുതലുള്ളത് കൊണ്ട്. രണ്ട്, ഓഷ്യൻ ക്രസ്റ്റ് ഫോം ചെയ്യുന്നത് മാഗ്മ തണുത്തുറഞ്ഞ. എന്നാൽ കോണ്ടിനെന്റൽ ക്രസ്റ്റിന് കാലപ്പഴക്കമുണ്ട്, അത് ഡയറക്ട്ലി മാഗ്മ തണുത്തുറഞ്ഞല്ല ഇപ്പൊ ഫോം ചെയ്യുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് ഓഷ്യൻ ക്രസ്റ്റിന്റെ കാര്യങ്ങൾ നോക്കാം. അപ്പൊ ഓഷ്യൻ ക്രസ്റ്റ് എന്ന് പറയുന്നത് മേജർലി ഉണ്ടായിരിക്കുന്നത് സിലിക്ക ആൻഡ് മെഗ്നീഷ്യം കൊണ്ടാണ്. കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഉണ്ടായിരിക്കുന്നത് സിലിക്ക അലൂമിനിയം, ഓഷ്യൻ ക്രസ്റ്റ് ഉണ്ടായിരിക്കുന്നത് സിലിക്ക ആൻഡ് മെഗ്നീഷ്യം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ സിമ എന്ന് വിളിക്കാം. സിലിക്കയുടെ എസ്സയും മെഗ്നീഷ്യത്തിന്റെ എമ്മയും ചേർത്ത് നമുക്ക് ഓഷ്യൻ ക്രസ്റ്റിനെ സിമ എന്ന് വിളിക്കാം. ഇനി ഓഷ്യൻ ക്രസ്റ്റിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് തിന്നർ ദാൻ കോണ്ടിനെന്റൽ ക്രസ്റ്റ്. കോണ്ടിനെന്റൽ ക്രസ്റ്റിനേക്കാളും വീതി കുറവാണ്. അത് നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് വീതി കുറയുന്നത്. അപ്പൊ ഇവരുടെ വീതി എന്ന് പറയുന്നത് 5 to 30 കിലോമീറ്റേഴ്സേ ഉള്ളൂ. ഓഷ്യൻ ക്രസ്റ്റിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 5 to 30 ആണ്. കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ എത്രയായിരുന്നു? കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ തിക്നെസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചായിരുന്നു 50 to 70 ആണ്, 70 കിലോമീറ്റേഴ്സ്. പക്ഷെ ഓഷ്യൻ ക്രസ്റ്റിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 5 to 30 കിലോമീറ്റേഴ്സ്. ഇനി ഓഷ്യൻ ക്രസ്റ്റിന് ഡെൻസിറ്റി കൂടുതലാണ്. എന്തുകൊണ്ടാണ് ഡെൻസിറ്റി കൂടുന്നത്? നമ്മൾ പറഞ്ഞു ഓഷ്യൻ ക്രസ്റ്റ് ഫോം ചെയ്തേക്കുന്നത് മാഗ്മ സോളിഡിഫൈ ചെയ്തിട്ട്, മാന്റിലിൽ നിന്ന് വരുന്ന മാഗ്മ ഡയറക്ട്ലി സോളിഡിഫൈ ചെയ്താണ് ഓഷ്യൻ ക്രസ്റ്റുകൾ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് ക്രസ്റ്റും സോളിഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. രണ്ട് ക്രസ്റ്റും കൂടെ ടോട്ടൽ എർത്തിന്റെ വോളിയത്തിന്റെ 1% എന്ത് ചെയ്യുന്നത്? 1% മാത്രമാണ് അവര് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ക്രസ്റ്റിനെ കുറിച്ച്. ക്രസ്റ്റ് ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദി എർത്ത് ആണ്, തിന്നർ ലെയർ ഓഫ് ദി എർത്ത് ആണ്. ഒരു ആവറേജ് തിക്നെസ് എന്ന് പറയുന്നത് 30 to 50 ആണ് വരിക. സോളിഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. എർത്തിന്റെ ടോട്ടൽ വോളിയത്തിൽ 1% മാത്രമാണ് ക്രസ്റ്റ് ഫോം ചെയ്യുന്നത്. ക്രസ്റ്റിനെ നമ്മൾ രണ്ടായി തിരിച്ചു, കോണ്ടിനെന്റൽ എന്നും ഓഷ്യൻ എന്നും. കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഉണ്ടായിരുന്നത് സിലിക്ക അലൂമിനിയം കൊണ്ടാണ്, അപ്പൊ ഇത് സിയാൽ എന്ന് വിളിക്കാം. ഇനി നമ്മൾ പറഞ്ഞു കോണ്ടിനെന്റൽ ക്രസ്റ്റിന് തിക്നെസ് കൂടുതലാണ്, പക്ഷെ ഡെൻസിറ്റി കുറവാണ്. ഓഷ്യൻ ക്രസ്റ്റ് ഉണ്ടായിരിക്കുന്നത് സിലിക്കയും മെഗ്നീഷ്യവും കൊണ്ടാണ്, അപ്പൊ നമ്മൾ അതിനെ സിമ എന്ന് വിളിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു അതിന് തിക്നെസ് കുറവാണ്, പക്ഷെ ഡെൻസിറ്റി കൂടുതലാണ്. അടുത്തതാണ് മാന്റിൽ. അപ്പൊ മാന്റിൽ എന്ന് പറയുന്നത് എർത്തിന്റെ ക്രസ്റ്റ് മുതൽ, ഇത് എർത്തിന്റെ ക്രസ്റ്റ് ആണെന്ന് വിചാരിക്കുക, ക്രസ്റ്റ് മുതൽ 2900 കിലോമീറ്റേഴ്സ് ഡെപ്തിലിരിക്കുന്ന ഭാഗമാണ് മാന്റിൽ എന്ന് പറയുന്നത്. അപ്പൊ മാന്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിന്റെ ക്രസ്റ്റിന്റെ താഴെ മുതൽ ഏകദേശം 2900 കിലോമീറ്റേഴ്സ് വരെയുള്ള ഭാഗത്തിനെയാണ് മാന്റിൽ എന്ന് പറയുന്നത്. ഇനി എർത്തിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം 6400 കിലോമീറ്റർ ആണ്. എർത്തിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഏകദേശം 6400 ആണ്. എക്സാക്ട് വാല്യൂ പറയുകയാണെങ്കിൽ 6371 കിലോമീറ്റർ, 6371 കിലോമീറ്റർ. ഇതിനിടയിലാണ് കോറ് ഇരിക്കുന്നത്. അപ്പൊ ഇപ്പൊ തന്നെ പഠിച്ചോ, എർത്തിന്റെ ക്രസ്റ്റിൽ നിന്ന് 2900 കിലോമീറ്റേഴ്സ് ഡെപ്തിലാണ് മാന്റിൽ ഇരിക്കുന്നത്. 2900 കിലോമീറ്റേഴ്സ് തുടങ്ങി 6400 കിലോമീറ്റേഴ്സ് വരെ, അല്ലെങ്കിൽ നമുക്ക് പറയാം 2900 കിലോമീറ്റേഴ്സ് ടു 6371 കിലോമീറ്റേഴ്സ് വരെയാണ് കോറ് ഇരിക്കുന്നത്. ഇനി മാന്റിലിന്റെ കേസ് പറയുമ്പോൾ, മാന്റിൽ എന്ന് പറയുന്നത് ക്രസ്റ്റിന്റെ താഴെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. മാന്റിൽ തന്നെ നമ്മൾ രണ്ടായിട്ടാണ് തിരിച്ചത്. മാന്റിലിനെ എങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത്? മാന്റിൽ നമ്മൾ അപ്പർ മാന്റിൽ എന്നും അതുപോലെ തന്നെ ലോവർ മാന്റിൽ എന്നും രണ്ടായിട്ട് തിരിച്ചിരുന്നു. അപ്പർ മാന്റിൽ എന്നും ലോവർ മാന്റിൽ എന്നും രണ്ടായി തിരിച്ചിരുന്നു. അതിൽ അപ്പർ മാന്റിൽ എന്ന് പറയുന്നത് സെമി സോളിഡ് സ്റ്റേറ്റിലാണ്. അപ്പർ മാന്റില് സെമി സോളിഡ് അവസ്ഥയിലാണ്, ലോവർ മാന്റില് സോളിഡ് സ്റ്റേജിലാണ്. അപ്പൊ ഓർത്തിരിക്കുക, ക്രസ്റ്റ്, രണ്ട് ക്രസ്റ്റും സോളിഡ് ആണ്. പക്ഷെ അപ്പർ മാന്റിൽ സെമി സോളിഡ് ആണ്, ലോവർ മാന്റിൽ സോളിഡ് ആണ്. ഇനി ടോട്ടൽ മാന്റിൽ എന്ന് പറയുന്നത് എർത്തിന്റെ ടോട്ടൽ വോളിയത്തിന്റെ 83% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. നമ്മൾ കണ്ടല്ലോ, ക്രസ്റ്റ് എത്ര പെർസെന്റേജാ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? 1%. മാന്റിൽ എത്ര പെർസെന്റേജാ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? 83% ആണ് മാന്റില് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക, ബാക്കി ഞാൻ പറയാം. അപ്പോ
മാൻഡിൽ എന്ന് പറയുന്നത് എർത്തിന്റെ ക്രസ്റ്റ് തുടങ്ങി 2900 കിലോമീറ്റേഴ്സ് ഡെപ്ത് വരെയാണ് ഇരിക്കുന്നത്. നമ്മൾ പറഞ്ഞു എർത്തിന്റെ വോളിയത്തിൽ 83% ആണ് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി മാൻഡിൽ എന്ന് പറയുന്നത് രണ്ടു തരം മാൻഡിൽ ഉണ്ട്, അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും. അപ്പർ മാൻഡിൽ സെമി സോളിഡ് അവസ്ഥയിലാണ്, ലോവർ മാൻഡിൽ സോളിഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാൻഡിൽ ഉണ്ടായേക്കുന്നത് പ്രധാനമായും രണ്ട് മൂലകങ്ങൾ ചേർന്ന സിലിക്കയും മെഗ്നീഷ്യവും. ഓക്കെ, സിലിക്കയും മെഗ്നീഷ്യവും ചേർന്നാണ് എന്തുണ്ടായേക്കുന്നത്, നമ്മുടെ മാൻഡില് മൊത്തത്തിൽ ഫോം ചെയ്തേക്കുന്നത്. അപ്പോ സിലിക്കയും മെഗ്നീഷ്യവും ഓർത്തിരുന്നോളൂ. അപ്പോ കാരണം നമ്മൾ പറഞ്ഞു നമ്മുടെ ഓഷ്യന്റെ ക്രസ്റ്റ് ഉണ്ടായേക്കുന്നത് എന്തുകൊണ്ടാണോ അതേ സാധനം കൊണ്ട് തന്നെയാണ്, ഓഷ്യൻ ക്രസ്റ്റ് ഉണ്ടായേക്കുന്നത് എന്തുകൊണ്ടാണോ അതേ സംഭവം കൊണ്ട് തന്നെയാണ് ഇന്ന് ആരും ഉണ്ടായേക്കുന്നത്, അതേ സംഭവം കൊണ്ട് തന്നെയാണ് മാൻഡിലും ഫോം ചെയ്തേക്കുന്നത് എന്ന് ഓർക്കുക. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ലിത്തോസ്ഫിയർ ആണ്. നമ്മളോട് ഒരുപാട് പരീക്ഷയ്ക്ക് PSC UPSC പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് ലിത്തോസ്ഫിയർ? അപ്പൊ ഓർത്തിരുന്നോ, ക്രസ്റ്റ് പ്ലസ് അപ്പർ മോസ്റ്റ് മാൻഡിൽ. ക്രസ്റ്റ് പ്ലസ് അപ്പർ മോസ്റ്റ് മാൻഡിലിനെയാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് പറയുക. ഓക്കെ, അപ്പൊ അതൊന്ന് അറിഞ്ഞിരുന്നോ, എന്താണ് ലിത്തോസ്ഫിയർ? ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്രസ്റ്റ് പ്ലസ് അപ്പർ മോസ്റ്റ് മാൻഡിൽ ആണ് ലിത്തോസ്ഫിയർ. അപ്പൊ എന്താണ് എന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് എർത്തിന്റെ ലെയേഴ്സ് ആണെങ്കിൽ ഇത് ക്രസ്റ്റ് ആണെന്ന് വിചാരിക്കുക, അപ്പർ ക്രസ്റ്റും ലോവർ ക്രസ്റ്റും രണ്ടും ഉണ്ട് ഇവിടെ എന്ന് വിചാരിക്കാം. സോറി, അതായത് ഇവിടെ രണ്ടും ഉണ്ട് എന്ന് വിചാരിക്കുക, അപ്പർ ക്രസ്റ്റും ലോവർ ക്രസ്റ്റും. ഓക്കെ, അപ്പോ ക്രസ്റ്റ് മൊത്തത്തില്, പിന്നെ അതിന്റെ താഴെയാണ് നമുക്കറിയാം മാൻഡിൽ അല്ലെ. അപ്പൊ മാൻഡിൽ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു, എങ്ങനെയാണ്, അപ്പർ മാൻഡിൽ എന്നും അതുപോലെ തന്നെ ലോവർ മാൻഡിൽ എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ക്രസ്റ്റ് പ്ലസ് അപ്പർ മോസ്റ്റ് മാൻഡിൽ, ക്രസ്റ്റ് പ്ലസ് അപ്പർ മാൻഡിൽ അല്ല പിള്ളേരെ, ക്രസ്റ്റ് പ്ലസ് അപ്പർ മോസ്റ്റ് മാൻഡിൽ, ഇതിനെയാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ ലിത്തോസ്ഫിയർ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രസ്റ്റും അതിന്റെ തൊട്ട് താഴെ വരുന്ന അപ്പർ മാൻഡിലിന്റെ കുറച്ച് പോർഷനും കൂടെ ചേരുന്നതാണ് ലിത്തോസ്ഫിയർ. അപ്പൊ ക്രസ്റ്റ് പ്ലസ് അപ്പർ മോസ്റ്റ് മാൻഡിലാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ക്രസ്റ്റ് പ്ലസ് അപ്പർ മോസ്റ്റ് മാൻഡിലിനെയാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ക്രസ്റ്റ് പ്ലസ് അപ്പർ മോസ്റ്റ് മാൻഡിൽ ലിത്തോസ്ഫിയർ. ഇനി ഈ ലിത്തോസ്ഫിയർ ആണ് ശരിക്കും അനങ്ങുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതായത് ഗ്രീൻലാൻഡ് മൂവ് ചെയ്യുന്നുണ്ട്, കാനഡ മൂവ് ചെയ്യുന്നുണ്ട്, ഇന്ത്യ നോർത്തിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നിങ്ങൾ ന്യൂസ് പേപ്പറുകളിലോ ഡൈജസ്റ്റുകളിലോ അങ്ങനെ എന്തെങ്കിലും മാസികകളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, എങ്ങനെയാണ് ഇത് മൂവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇന്ത്യ മൂവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഗ്രീൻലാൻഡ് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കാനഡ മൂവ് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. ശരിക്കും അവിടെ മൂവ് ചെയ്യുന്നത് ലിത്തോസ്ഫിയർ എന്ന ഭാഗമാണ്. അപ്പൊ എന്താ ലിത്തോസ്ഫിയർ എന്ന് നിങ്ങൾ പഠിച്ചു. ക്രസ്റ്റ് പ്ലസ് അപ്പർ മോസ്റ്റ് മാൻഡിലിനെയാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. അതായത് കടലില് ബോട്ടുകൾ അല്ലെങ്കിൽ കപ്പലുകൾ നീങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് ഭൂമിയുടെ കാര്യം. ഭൂമിയുടെ ക്രസ്റ്റ് എന്ന് പറയുന്നത് സോളിഡ് ആണ്. അതിന്റെ താഴെ നമ്മൾ പഠിച്ച അപ്പർ മാൻഡിൽ എന്ന് പറയുന്ന ഭാഗം, അത് എന്ത് സ്റ്റേറ്റിലാണ് കിടക്കുന്നത്, അത് സെമി സോളിഡ് അവസ്ഥയിലാണ്. സെമി സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജെല്ലി പോലെ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു എന്താ കുറുക്ക് പോലെയുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ അപ്പർ മാൻഡിൽ ഇരിക്കുന്നത്. അപ്പർ മാൻഡിലിന്റെ പ്രത്യേകത, അതൊരു ജെല്ലി പോലെയാണ് ഇരിക്കുന്നത്, സെമി സോളിഡ് അവസ്ഥയിലാണ്, സോളിഡും അല്ല ലിക്വിഡും അല്ലാത്ത ഒരവസ്ഥയിൽ. അപ്പൊ ഇതിനു മുകളിലൂടെ ഈ ക്രസ്റ്റ് പ്ലസ് അപ്പർ മോസ്റ്റ് മാൻഡിൽ ഈ ഒരു ഭാഗം ഫ്ലോട്ട് ചെയ്യും. അതായത് ലിത്തോസ്ഫിയർ ഈ അപ്പർ മാൻഡിലിന് മുകളിലൂടെ മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലിത്തോസ്ഫിയർ അപ്പർ മാൻഡിലിന് മുകളിലൂടെ മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും ഇന്ത്യ മൂവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യ അല്ല മൂവ് ചെയ്യുന്നത്, ലിത്തോസ്ഫിയർ ആണ് മൂവ് ചെയ്യുന്നത്. കാനഡ മൂവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ കാനഡ അല്ല മൂവ് ചെയ്യുന്നത്, ആ ഭൂഖണ്ഡമല്ല അവിടെ മൂവ് ചെയ്യുന്നത്, ലിത്തോസ്ഫിയർ ആണ് മൂവ് ചെയ്യുന്നത്. നിങ്ങൾ ഈ കുഞ്ഞു പിള്ളേരുടെ ജിക്സോ ഫിറ്റ് കണ്ടിട്ടുണ്ടാവും. ജിക്സോ ഫിറ്റ് പസിൽസ് എന്ന് പറയും. ജിക്സോ ഫിറ്റ് പസിൽസ് എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞു പിള്ളേരുടെ ഇങ്ങനെ
അനിമൽസിന്റെ ഒക്കെ പിക്ചേഴ്സ് പീസ് ആയിട്ട് ഇരിപ്പുണ്ടാവും. ആ പീസുകൾ കൂട്ടിച്ചേർത്താൽ നമുക്ക് ഒരു അനിമലിനെ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ റിയാലിറ്റി ഷോസിൽ സെലിബ്രിറ്റീസിന്റെ പിക്ചേഴ്സ് കീറി കൊടുക്കും, എന്നിട്ട് അത് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ സെലിബ്രിറ്റി ആരാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെയാണ് ഭൂമിയുടെ സർഫസ്. ഭൂമിയുടെ സർഫസ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പ്രതലമല്ല, ഒരുപാട് ഇതുപോലത്തെ ചെറിയ ചെറിയ പീസസ് കൂട്ടിച്ചേർന്നിട്ടാണ് ഭൂമിയുടെ പ്രതലം ഉണ്ടായിരിക്കുന്നത്. ഈ പീസുകളെയാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. പക്ഷെ ഈ ലിത്തോസ്ഫിയർ ഇങ്ങനെ ചുമ്മാ ഇരിക്കുകയല്ല, ലിത്തോസ്ഫിയർ അനങ്ങിക്കൊണ്ടിരിക്കുക. ആരുടെ മുകളിലാണ് ലിത്തോസ്ഫിയർ അനങ്ങുന്നത്? ഞാൻ പറഞ്ഞു അപ്പർ മാന്റിൽ സെമി സോളിഡ് ആണ്, അതിന്റെ മുകളിലൂടെയാണ് ലിത്തോസ്ഫിയർ അനങ്ങുന്നത്. ആ അനങ്ങുന്ന ലിത്തോസ്ഫിയറിന്റെ ആ അനങ്ങുന്ന ഭാഗമാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി ലിത്തോസ്ഫിയർ അനങ്ങുന്നത് അപ്പർ മാന്റിലിന് മുകളിലൂടെയാണ്. ആ അപ്പർ മാന്റിലിനെ വിളിക്കുന്ന പേരാണ് ഏസ്തനോസ്ഫിയർ. അപ്പൊ എന്താണ് ഏസ്തനോസ്ഫിയർ? ഏസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് അപ്പർ മാന്റിൽ. അപ്പർ മാന്റിലിന്റെ ഭാഗമാണ് ഏസ്തനോസ്ഫിയർ. ഇതിന് മുകളിലൂടെയാണ് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് മൂവ് ചെയ്യുന്നത്. അപ്പൊ അത് അറിഞ്ഞിരിക്കുക. ഈ നമ്മുടെ ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങളൊക്കെ ചലിക്കുന്നത് ഏസ്തനോസ്ഫിയറിന് മുകളിലൂടെയാണ്. ഇനി ഏസ്തനോസ്ഫിയർ ഏത് സ്റ്റേറ്റിലായിരിക്കുന്നത്? നമ്മൾ പറഞ്ഞു ഏസ്തനോസ്ഫിയർ അപ്പർ മാന്റിലിന്റെ ഭാഗമാണ്. അപ്പർ മാന്റിൽ ഏത് സ്റ്റേറ്റിലായിരിക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, പറയാവോ? അപ്പൊ ഏസ്തനോസ്ഫിയർ ഏത് ഇതിലാണ് ഇരിക്കുന്നത് എന്ന് പറയാവോ ആർക്കെങ്കിലും? ഏസ്തനോസ്ഫിയർ ഏത് രൂപത്തിലാണ് ഇരിക്കുന്നത്? നമ്മൾ പറഞ്ഞു അപ്പർ മാന്റിൽ ഏത് രൂപത്തിലാണ്, അതേ രൂപത്തിലായിരിക്കും ഏസ്തനോസ്ഫിയർ ഇരിക്കുന്നത്. ഏത് രൂപത്തിലാ? സെമി സോളിഡ്. സെമി സോളിഡ് അവസ്ഥയിലാണ് ഇരിക്കുന്നത്. വെരി ഗുഡ് ആര്യ. അപ്പോൾ ആ സെമി സോളിഡ് അവസ്ഥയിലുള്ള ഏസ്തനോസ്ഫിയറിന് മുകളിലൂടെ ലിത്തോസ്ഫിയർ തെന്നി നീങ്ങുന്നു. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് വോൾക്കാനിക് ഇറപ്ഷൻ അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എന്ന് പറയും. ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ ലാവ പുറത്തു വരാറുണ്ട്. ഈ ലാവ വരുന്നത് ഏസ്തനോസ്ഫിയറിൽ നിന്നാണ്. ശരിക്കും നമ്മൾ പറഞ്ഞ ആ സെമി സോളിഡ് അവസ്ഥയിലുള്ള മെറ്റീരിയൽ അതാണ് ലാവ. അപ്പൊ ഏസ്തനോസ്ഫിയർ മൊത്തം ലാവയാണ്. ആ ലാവയ്ക്ക് മുകളിലൂടെയാണ് ലിത്തോസ്ഫിയർ മൂവ് ചെയ്യുന്നത്. ഇങ്ങനെ ലിത്തോസ്ഫിയർ മൂവ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു വിടവ്, എവിടെയെങ്കിലും ചെറിയൊരു ക്രാക്ക് അല്ലെങ്കിൽ വിടവ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിടവിലൂടെ ലാവ പുറത്തു വരും. അതാണ് എന്തായി മാറുന്നത്? അതാണ് വോൾക്കാനിസം ആയി മാറുന്നത്, അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളായി മാറുന്നത്. ഇപ്പൊ 3 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഏസ്തനോസ്ഫിയറിനെ കുറിച്ച്. ഇത് 3 ഇമ്പോർട്ടന്റ് ആണ്. ഏസ്തനോസ്ഫിയർ എന്തിന്റെ ഭാഗമാണ്? ഏസ്തനോസ്ഫിയർ അപ്പർ മാന്റിലിന്റെ ഭാഗമാണ്. ഏസ്തനോസ്ഫിയറിന് മുകളിലൂടെയാണ് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് മൂവ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഏസ്തനോസ്ഫിയറിന്റെ ഉള്ളിലുള്ള ലാവ വോൾക്കാനിക് ഇറപ്ഷൻസിൽ പുറത്തു വരുന്നു. ഇനി ഒരു കാര്യം കൂടെ, ഏസ്തനോ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വീക്ക് എന്നാണ്. വീക്ക് അതായത് വളരെ ശക്തി കുറഞ്ഞ ഭാഗമാണ് ഏസ്തനോസ്ഫിയർ. എന്തുകൊണ്ടാണ് വീക്ക് എന്ന് വിളിക്കണേന്ന് അറിയാവോ? അതിന്റെ കൺസിസ്റ്റൻസി ഉണ്ട്. അത് സോളിഡ് അല്ല, സെമി സോളിഡ് ആണ്. അതുകൊണ്ടാണ് അതിന് വീക്ക് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് എന്തിൽ നോക്കാനുള്ളത്? നമ്മുടെ ഏസ്തനോസ്ഫിയറിനെ കുറിച്ചും മാന്റിലിനെ കുറിച്ചും പറയാനുള്ളത്. അപ്പൊ മാന്റിൽ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എർത്തിന്റെ ക്രസ്റ്റിൽ നിന്ന് 2900 കിലോമീറ്റേഴ്സ് ആഴത്തിൽ വരെ ഇരിക്കുന്ന ഭാഗമാണ് മാന്റില്. മാന്റില് ഭൂമിയുടെ ടോട്ടൽ വോളിയത്തിന്റെ 83% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. മാന്റിൽ നമ്മൾ അപ്പർ മാന്റിൽ ലോവർ മാന്റിൽ തിരിച്ചു. അപ്പർ മാന്റിൽ സെമി സോളിഡ് അവസ്ഥയിലാണ്, ലോവർ മാന്റിൽ സോളിഡ് അവസ്ഥയിലാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ലിത്തോസ്ഫിയർ എന്താണെന്നാണ്. ക്രസ്റ്റ് പ്ലസ് അപ്പർ മോസ്റ്റ് മാന്റിലാണ് ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയറിന്റെ താഴെയായി ഏസ്തനോസ്ഫിയർ ഉണ്ട്. ഏസ്തനോ എന്ന വേർഡിന്റെ അർത്ഥം വീക്ക് എന്നാണ്. ഏസ്തനോസ്ഫിയർ അപ്പർ മാന്റിലിന്റെ ഭാഗമാണ്, സെമി സോളിഡ് അവസ്ഥയിലാണ്. അതിന് മുകളിലൂടെയാണ് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് മൂവ് ചെയ്യുന്നത്. ഏസ്തനോസ്ഫിയറിന്റെ മറ്റൊരു പ്രത്യേകത, വോൾക്കാനിക് ഇറപ്ഷൻസിൽ ലാവ വരുന്നത് ഏസ്തനോസ്ഫിയറിന് മുകളിൽ നിന്നുമാണ്. അടുത്തതാണ് കോറ് എന്ന് പറയുന്നത്. ഇപ്പൊ കോറിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു 2900 കിലോമീറ്റർ തുടങ്ങി 6400 കിലോമീറ്റേഴ്സ് വരെ ഡെപ്തിൽ ഇരിക്കുന്ന ഭാഗമാണ് കോറ്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ
6371 കിലോമീറ്റേഴ്സ് ഡെപ്തിൽ വരെ ഇരിക്കുന്ന ഭാഗമാണ് കോർ. 2900 കിലോമീറ്റേഴ്സ് തുടങ്ങി 6371 കിലോമീറ്റേഴ്സ് വരെ ഡെപ്തിൽ ഇരിക്കുന്ന ഭാഗമാണ് കോർ. ഇനി കോർ ഉണ്ടായേക്കുന്നത് നിക്കൽ ആൻഡ് അയേൺ കൊണ്ട്. അപ്പൊ നിക്കലിന്റെ എൻഐയും അയേണിന്റെ എഫിയും കൂടെ കൂട്ടി നമുക്ക് കോറിനെ നിഫി എന്ന് വിളിക്കാം. കോർ അറിയപ്പെടുന്നത് നിഫീന, കാരണം നിക്കലിന്റെ എണ്ണയും അയേണിന്റെ എഫിയും കൂടെ കൂട്ടി. ഇനി കോറ് എർത്തിന്റെ ടോട്ടൽ വോളിയത്തില് 16% ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. കോറ് എർത്തിന്റെ ടോട്ടൽ വോളിയത്തില് 16% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഭൂമിക്കുള്ളിലോട്ട് പോകുന്തോറും ഡെൻസിറ്റി കൂടി വരുന്നു. അങ്ങനെയെങ്കിൽ കോറാണ് ഹെവിയസ്റ്റ് മിനറൽസ് കൊണ്ട് ഫോം ചെയ്തേക്കുന്നത്. അപ്പൊ ഹെവിയസ്റ്റ് പാർട്ട് ഓഫ് എർത്ത് എന്ന് പറയുന്നത് കോറാണ്. ഹെവിയസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് ഫോം ചെയ്തേക്കുന്നത്. കാരണം നമ്മൾ പറഞ്ഞു ഭൂമിക്കുള്ളിലോട്ട് പോകുന്തോറും ഡെൻസിറ്റി കൂടുന്നു. ഇനി ഔട്ടർ കോറും ഇന്നർ കോറും ഉണ്ട്. നമ്മൾ കോറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തായിരുന്നു. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തത്? ഔട്ടർ കോറ് എന്നും ഇന്നർ കോറ് എന്നും. അപ്പൊ അത് അറിഞ്ഞിരിക്കുക. ഇതില് ഔട്ടർ കോറ് എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേജ് ആണ്, മാറിപ്പോരുത്. ഔട്ടർ കോറ് ലിക്വിഡ് സ്റ്റേജ് ആണ്. ഇന്നർ കോർ എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേജ് ആണ്. അപ്പൊ ഔട്ടർ കോറ് ലിക്വിഡ് സ്റ്റേജ് ആണ്, ഇന്നർ കോറ് സോളിഡ് സ്റ്റേജ് ആണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് കോറിനെ കുറിച്ച് പറയാനുള്ള. കോറ് നമ്മൾ പറഞ്ഞു 2900 തുടങ്ങി 6400 കിലോമീറ്റേഴ്സ്, എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 6371 കിലോമീറ്റേഴ്സ് ഡെപ്തിലാണ് ഇരിക്കുന്നത്. നിക്കലും അയേണും കൊണ്ടാണ് ഫോം ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് നിഫി എന്ന് വിളിക്കാം. എർത്തിന്റെ ടോട്ടൽ വോളിയത്തിന്റെ 16% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഹെവിയസ്റ്റ് മിനറൽസ് കൊണ്ടാണ് ഫോം ചെയ്തേക്കുന്നത്. കോറിന് നമ്മൾ രണ്ടായി തിരിച്ചു, ഔട്ടർ കോർ ഇന്നർ കോറ്. അതിൽ ഔട്ടർ കോറ് ലിക്വിഡും ഇന്നർ കോറ് സോളിഡ് സ്റ്റേറ്റുമാണ് എന്നൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എല്ലാ ലെയേഴ്സിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അപ്പൊ നമുക്ക് ഈ എല്ലാ ലെയേഴ്സും കൂടെ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾ കഴിയുന്നത് എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്കും ഉപകാരമായിരിക്കും. അപ്പൊ ആദ്യം നമ്മൾ ക്രസ്റ്റ് ആണ് പഠിച്ചത്, പിന്നെ നമ്മൾ മാന്റിൽ പഠിച്ചു, പിന്നെ നമ്മൾ കോറ് പഠിച്ചു. അപ്പൊ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം, ക്രസ്റ്റ് ഏത് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്? ക്രസ്റ്റ് ഏത് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്? രണ്ട് ക്രസ്റ്റും, കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആണെങ്കിലും ഓഷ്യൻ ക്രസ്റ്റ് ആണെങ്കിലും ഏത് സ്റ്റേറ്റിലാ? കോണ്ടിനെന്റൽ ക്രസ്റ്റും ഓഷ്യൻ ക്രസ്റ്റും രണ്ടും സോളിഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത് അല്ലെ. മാന്റില് അപ്പർ മാന്റിലാണെങ്കിൽ നമ്മൾ പഠിച്ചു സെമി സോളിഡ് അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇനി ലോവർ മാന്റിലാണെങ്കിൽ നമ്മൾ പഠിച്ചു ഏതവസ്ഥയിൽ ഇരിക്കുന്നത്? സോളിഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. ഇനി കോറാണെങ്കിലോ? കോറാണെങ്കിൽ ഔട്ടർ കോറ് ആണെങ്കിൽ ലിക്വിഡ് സ്റ്റേജിലാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ പഠിച്ചു ഇന്നർ കോറ് ആണെങ്കിൽ സോളിഡ് സ്റ്റേജിലാണ് ഇരിക്കുന്നത്. അപ്പോ 3 പേരുടെ സ്റ്റേജ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ക്രസ്റ്റ് എത്ര പെർസെന്റേജ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? എർത്തിന്റെ വോളിയത്തില് 1% ആണ് ക്രസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. മാന്റിൽ എത്ര പെർസെന്റേജ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? മാന്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 83%. അങ്ങനെയെങ്കിൽ കോർ എത്ര പെർസെന്റേജാ? ബാക്കി 16% ആര് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? കോറ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ എർത്തിന്റെ വോളിയത്തില് 1% ക്രസ്റ്റ് കൊടുക്കും, മാന്റിൽ 83% കൊടുക്കും, കോറ് 16% കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇനി കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്തൊക്കെ കൊണ്ട് ഉണ്ടായേക്കുന്നത്? കോണ്ടിനെന്റൽ ക്രസ്റ്റ് മെയിൻലി ഫോം ചെയ്തേക്കുന്നത് സിലിക്ക ആൻഡ് അലൂമിനിയം, അപ്പൊ സിയാൽ എന്ന് വിളിക്കും. ഓഷ്യൻ ക്രസ്റ്റ് ആണെങ്കിൽ അത് ഫോം ചെയ്തേക്കുന്നത് സിലിക്ക ആൻഡ് മെഗ്നീഷ്യം. ഇനി മാന്റിൽ മൊത്തത്തിൽ ഫോം ചെയ്തേക്കുന്നത് സിലിക്ക ആൻഡ് മെഗ്നീഷ്യം. ഇനി അതുപോലെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, കോറാണെങ്കിൽ നിക്കൽ ആൻഡ് അയൺ. അപ്പോ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ കമ്പാരിസൺ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചോളുക. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനു വേണ്ടിയിട്ടാണ് എർത്തിന്റെ കോറിനെ കുറിച്ച് പഠിച്ചത്? വൈ വി നോ അബൌട്ട് ദി ഇന്റീരിയർ സ്ട്രക്ചർ ഓഫ് എർത്ത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എർത്തിന്റെ ഇന്റീരിയർ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുന്നത്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഭൂമിയിൽ നടക്കുന്ന ഡിഫറെന്റ് പ്രോസസ്സുകൾ ഉണ്ട്. വോൾക്കാനിസം, അഗ്നിപർവ്വത സ്ഫോടനങ്ങള്, എർത്ത്ക്വിക്ക് എന്ന് പറഞ്ഞ ഭൂചലനങ്ങള്, അതുപോലെ തന്നെ പ്ലേറ്റ് മൂവ്മെന്റ്സ്, നമ്മൾ ഈ പറഞ്ഞ ലിത്തോസ്ഫിയറിക് മൂവ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ എർത്തിന്റെ ഇന്റീരിയറിനെ കുറിച്ച് പഠിക്കണം. അപ്പൊ
ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് നമ്മൾ എർത്തിന്റെ ഇന്റീരിയറിനെ കുറിച്ച് ജോഗ്രഫിയിൽ പഠിക്കുന്നു. ഒന്നാമത്തെ കാര്യം ടു അണ്ടർസ്റ്റാൻഡ് ദി ജിയോ ഫിസിക്കൽ ഫിനോമിനാസ് ലൈക്ക് വോൾക്കാനിസം, എർത്ത്ക്വേക്ക് എക്സെട്ര. അതായത് എന്താ വോൾക്കാനിസം, എർത്ത്ക്വേക്ക് പോലുള്ള പ്രോസസ്സുകളെ കുറിച്ച് മനസ്സിലാക്കാൻ. രണ്ടാമത്തത് ടു അണ്ടർസ്റ്റാൻഡ് ദി ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് വേരിയസ് സോളാർ സിസ്റ്റം ഒബ്ജക്ട്സ്. നമ്മൾ ഭൂമിയുടെ ഷേപ്പിനെ കുറിച്ച് പഠിച്ചു അല്ലെ. ഭൂമിയുടെ ഷേപ്പിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഭൂമി സ്പെറിക്കൽ ആണ്. അപ്പൊ അതിന് ഒരു എവിഡൻസ് നമ്മൾ പറഞ്ഞതാണ്, ഈ സോളാർ സിസ്റ്റത്തിലെ മറ്റ് ഗ്രഹങ്ങളെല്ലാം ഉരുണ്ടതാണ്, സ്പെറിക്കൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഭൂമിയും സ്പെറിക്കൽ ആയിരിക്കും, കാരണം ഇവരെല്ലാം ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ മനുഷ്യന്മാരുള്ള ഒരു കാറ്റഗറിയിലാണ്. നമ്മുടെ മനുഷ്യന്മാരുടെയൊക്കെ ഇന്റേണൽ ഓർഗൻസിന്റെ പൊസിഷൻസും ഷേപ്പൊക്കെ ഏകദേശം ഒരുപോലെ. ഇതുപോലെ തന്നെയാണ് ഭൂമിയുടെ ഇന്റീരിയർ സ്ട്രക്ചർ എന്താണോ അത് തന്നെയായിരിക്കും ബാക്കിയുള്ള എന്താ പ്ലാനറ്റ്സിന്റെയും ഇന്റീരിയർ സ്ട്രക്ചറിൽ വരിക. അപ്പൊ ഭൂമിയുടെ ഉൾഭാഗത്തെ കുറിച്ച് പഠിച്ചാൽ ബാക്കിയുള്ള സോളാർ സിസ്റ്റത്തിന്റെ ഇന്റേണൽ സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ദെൻ ടു അണ്ടർസ്റ്റാൻഡ് ദി ഇവല്യൂഷൻ ആൻഡ് കോമ്പോസിഷൻ ഓഫ് പ്രസന്റ് അറ്റ്മോസ്ഫിയർ. ഇന്ന് കാണുന്ന ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ എങ്ങനെ ഇവോൾവ് ചെയ്തു എന്നറിയാനായിട്ട് ഇത് സഹായിക്കും. ഇന്ന് കാണുന്ന ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ എങ്ങനെ ഇവോൾവ് ചെയ്തു എന്നറിയാനായിട്ട് സാധിക്കും. ദെൻ ടു നോ അബൌട്ട് ദി മിനറൽ എക്സ്പ്ലോറേഷൻ. നമുക്കറിയാം നമ്മൾ ക്രസ്റ്റിൽ നിന്നാണ് നമുക്ക് വേണ്ട മിനറൽസ് ഒക്കെ കുഴിച്ചെടുക്കുന്നത്. അപ്പൊ ഈ മിനറൽസ് ഒക്കെ എന്തൊക്കെ മിനറൽസ് കൊണ്ടാണ് ഭൂമി ഫോം ചെയ്തേക്കുന്നത്, എവിടെ കുഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ മിനറൽസ് കിട്ടും, ഇതൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിലും എർത്തിന്റെ ഇന്റീരിയർ സ്ട്രക്ചറിനെ കുറിച്ച് അറിയണം. അപ്പൊ വൈ വി നോ അബൌട്ട് ദി സ്ട്രക്ചർ ഓഫ് എർത്ത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എർത്തിന്റെ ഇന്റീരിയർ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുന്നത്? ഒന്ന്, ടു അണ്ടർസ്റ്റാൻഡ് ഡിഫറെന്റ് ജിയോ ഫിസിക്കൽ ഫിനോമിനാസ്, അതായത് എർത്ത്ക്വേക്ക്, വോൾക്കാനിസം പോലുള്ള ഫിനോമിനാസിനെ കുറിച്ച് മനസ്സിലാക്കാൻ. രണ്ട്, ടു അണ്ടർസ്റ്റാൻഡ് ദി ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് അതർ സോളാർ സിസ്റ്റം ഒബ്ജക്ട്സ്, അതായത് സോളാർ സിസ്റ്റത്തിൽ വരുന്ന ബാക്കി പ്ലാനറ്റ്സിന്റെ ഇന്റീരിയർ സ്ട്രക്ചർ മനസ്സിലാക്കാൻ. ദെൻ ടു അണ്ടർസ്റ്റാൻഡ് ദ ഇവല്യൂഷൻ ഓഫ് പ്രസന്റ് കോമ്പോസിഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ. ഇന്നത്തെ അറ്റ്മോസ്ഫിയർ എങ്ങനെ ഉണ്ടായി, എർത്തിന്റെ അറ്റ്മോസ്ഫിയർ എങ്ങനെ ഉണ്ടായി എന്ന് മനസ്സിലാക്കാൻ. ദെൻ ടു നോ അബൌട്ട് ദി മിനറൽ എക്സ്പ്ലോറേഷൻ. ഈ മിനറൽ എക്സ്പ്ലോറേഷനെ കുറിച്ച് പഠിക്കാനായിട്ട്, എവിടെ നിന്ന് ഏതൊക്കെ മിനറൽസ് കിട്ടും എന്ന് അറിയാനായിട്ട്. ഓക്കെ, അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എർത്തിന്റെ ഇന്റീരിയറിനെ കുറിച്ച് പഠിച്ചത് എന്ന് മനസ്സിലായി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ, എർത്തിന്റെ ഇന്റീരിയറിനെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? എർത്തിന്റെ ഇന്റീരിയർ ഇങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവുന്നത്? അത് മനസ്സിലാവുന്നത് രണ്ട് സോഴ്സസിൽ നിന്നാണ്, ഡയറക്റ്റ് സോഴ്സസും ഇൻഡയറക്റ്റ് സോഴ്സസും. ഡയറക്റ്റ് സോഴ്സസും ഇൻഡയറക്റ്റ് സോഴ്സസിൽ നിന്നാണ് എർത്തിന്റെ ഇന്റീരിയറിനെ കുറിച്ച് മനസ്സിലാവുക. അപ്പൊ ഒരു കാര്യം, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സോഴ്സസിന് ഡയറക്റ്റ് സോഴ്സസ്, ഇൻഡയറക്റ്റ് സോഴ്സസ് എന്ന് തിരിച്ചിരിക്കുന്നത്? ഒന്നാമത്തെ കണ്ടീഷൻ, ഒരു സോഴ്സിന് ഡയറക്റ്റ് സോഴ്സ് എന്ന് പറയണമെങ്കിൽ ഒന്നാമത്തെ ക്രൈറ്റീരിയ ഇറ്റ് ഷുഡ് ഒബ്റ്റെയിൻ ഫ്രം ദി എർത്ത്. ഒന്നാമത്തെ ക്രൈറ്റീരിയ അത് എർത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഒബ്റ്റെയിൻഡ് ഫ്രം എർത്ത്. അത് എർത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഒബ്റ്റെയിൻഡ് ഫ്രം എർത്ത്. എർത്തിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങളെയാണ് ഡയറക്റ്റ് സോഴ്സസ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ടാഞ്ചിബിൾ. തൊട്ട് നോക്കാനായിട്ട് പറ്റണം. ഇറ്റ് ഷുഡ് ബി ടാഞ്ചിബിൾ. അപ്പൊ രണ്ട് കണ്ടീഷൻസ് അംഗീകരിക്കുന്ന വസ്തുക്കളെ മാത്രമാണ് നമ്മൾ ഡയറക്റ്റ് സോഴ്സസ് എന്ന് പറയാം. ഒന്നാമത്തെ കാര്യം അത് എർത്തിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കണം. രണ്ടാമത്തെ കാര്യം അത് ടച്ച് ചെയ്യാനായിട്ട് സാധിക്കണം. ഈ രണ്ട് ക്രൈറ്റീരിയ മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്കൊരു സാധനത്തിന് ഡയറക്റ്റ് സോഴ്സ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം ഡയറക്റ്റ് സോഴ്സസിൽ വരുന്ന കാര്യങ്ങൾ. ഒന്നാമത്തെ, ഡീപ്പ് എർത്ത് മൈനിങ്. അതായത് മനുഷ്യന് ഭൂമിക്കടിയിലോട്ട് പോകുന്തോറും പ്രഷർ കൂടും, ടെമ്പറേച്ചർ കൂടും, ഡെൻസിറ്റി കൂടും എന്ന് ആദ്യമായി മനസ്സിലായത് മൈനിങ് നടത്തിയപ്പോഴാണ്. അതായത് ഖനികളില് ഖനനം നടത്തിയപ്പോഴാണ് മനുഷ്യന് ആദ്യമായിട്ട് മനസ്സിലായത് ഭൂമിക്കുള്ളിലോട്ട് പോകുന്തോറും ഡെൻസിറ്റി, ടെമ്പറേച്ചർ, പ്രഷറൊക്കെ കൂടുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ഡയറക്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് മൈൻസ് ആണ്. നമ്മൾ മൈൻ ചെയ്തെടുക്കുന്ന, ഖനികളിൽ നിന്ന് എടുക്കുന്ന റോക്സ്, ശിലകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ ശിലകളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്ര ആഴത്തിൽ നിന്ന് ശില കിട്ടുന്നോ അത്രയും ഡെൻസിറ്റി കൂടുതലായിരിക്കും ആ കല്ലിന്. ഓക്കെ, അപ്പൊ മൈനിങ് ആണ് ഫസ്റ്റ് സോഴ്സ്. രണ്ടാമത്തത് ഓഷ്യൻ ഡ്രില്ലിംഗ്.
ഓഷ്യന്റെ അടിത്തട്ട് നമ്മൾ ഡ്രിൽ ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് കോണ്ടിനെന്റിൽ നിന്ന് കിട്ടുന്ന കല്ലുകളും ഓഷ്യനിൽ നിന്ന് കിട്ടുന്ന കല്ലുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഓഷ്യന്റെ അടിത്തട്ടിനെ കുറിച്ച്, ഓഷ്യൻ ക്രസ്റ്റിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഓഷ്യൻ ഡ്രിൽ ചെയ്യണം. ദെൻ വോൾക്കാനിക് ഇറപ്ഷൻ. നമുക്കറിയാം വോൾക്കാനിക് ഇറപ്ഷൻസിൽ ലാവ പുറത്തു വരും. ആ ലാവ കുറച്ച് നാൾ കഴിഞ്ഞ് തണുത്തുറഞ്ഞു കഴിഞ്ഞ് റോക്സ് ആയി മാറും. ആ റോക്സ് എടുത്ത് നോക്കിയാലും നമുക്ക് എന്തറിയാൻ പറ്റും, എർത്തിന്റെ ഇന്റീരിയറിനെ കുറിച്ച് പഠിക്കാൻ പറ്റും. കാരണം ഈ ലാവ വരുന്നത് മാന്റിലിൽ നിന്നുമാണ്. അപ്പൊ ലാവ തണുത്തുറഞ്ഞ കല്ല് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് മാന്റിലിന്റെ കൺസിസ്റ്റൻസിയും കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കും. ഇപ്പൊ ഡയറക്റ്റ് സോഴ്സസിൽ വരുന്നതാണ് മൈനിങ്, ഓഷ്യൻ ഡ്രില്ലിംഗ് പ്രോജക്ട്സ്, വോൾക്കാനിക് ഇറപ്ഷൻസ്. അപ്പൊ ഇത് മൂന്നും ഭൂമിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇത് മൂന്നും നമുക്ക് തൊട്ട് നോക്കാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളാണ്. ലാവ തണുത്തുറഞ്ഞതിന് ശേഷമാണ് നമ്മൾ തൊട്ട് നോക്കുന്നത് കേട്ടോ. അടുത്തത് ഇൻഡയറക്ട് സോഴ്സസ്. ഇൻഡയറക്ട് സോഴ്സസിൽ ഫസ്റ്റ് വരുന്നതാണ് മീറ്റിയോർസ്. മലയാളത്തിൽ ഉൽക്കകൾ എന്ന് പറയും. നമ്മൾ ഉൽക്കകൾ പലപ്പോഴും ആകാശത്ത് കാണാറുണ്ട്. ഈ ഉൽക്കകൾ എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ച് പല തിയറികളും നിലവിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട തിയറിയാണ് എന്താ, പണ്ടുണ്ടായ ഒരു പ്ലാനറ്റ് അത് പൊട്ടിത്തെറിച്ചുണ്ടായ പീസസ് ആണ് മീറ്റിയോർസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ പണ്ടുണ്ടായ പ്ലാനറ്റിന്റെ അവശിഷ്ടങ്ങളാണ് മീറ്റിയോർസ് എന്ന ഒരു തിയറി ഉണ്ട്. ആ തിയറി വെച്ച് നോക്കുകയാണെങ്കിൽ മീറ്റിയോർസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണ്ടത്തെ പ്ലാനറ്റിന്റെ ഉൾഭാഗത്തെ കുറിച്ച് അറിയാൻ പറ്റും. കാരണം ഈ പീസസ് ഉള്ളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള പീസ് ആണെങ്കിൽ ആ പ്ലാനറ്റുകളുടെ ഇന്റീരിയറിനെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കും. അടുത്ത് ഗ്രാവിറ്റി. ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഭൂമിക്കുള്ളിലുള്ള സാധനം. പിന്നെ എന്തുകൊണ്ടാണ് അത് ഇൻഡയറക്ട് സോഴ്സ് ആയത്? അത് ഇൻഡയറക്ട് സോഴ്സ് ആവാൻ കാരണം അത് തൊട്ട് നോക്കാൻ പറ്റില്ല, അതുകൊണ്ട് മാത്രമാണ്. ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഭൂമിക്കുള്ളിൽ നിന്ന് തന്നെ വരുന്ന സാധനമാണ്. പക്ഷെ അതിനെ നമ്മളൊരു ഇൻഡയറക്ട് സോഴ്സ് ആയി പരിഗണിക്കുന്നു, കാരണം അത് നമുക്ക് തൊട്ട് നോക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോ ഗ്രാവിറ്റി എങ്ങനെയാണ് എർത്തിന്റെ ഇന്റീരിയറിനെ കുറിച്ച് പഠിക്കാൻ സഹായിക്കുന്നത്? അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഗ്രാവിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. ഗ്രാവിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒന്ന് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് കൂടുന്ന അനുസരിച്ച് ഗ്രാവിറ്റി കുറയും. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മാസ്. ഓക്കെ. അപ്പൊ അവിടെ ഒരു കാര്യമുണ്ട്, മാസ് കൂടുന്ന അനുസരിച്ച് ഗ്രാവിറ്റി കൂടും. അപ്പൊ ഒന്ന് ഡിസ്റ്റൻസ് കൂടുന്ന അനുസരിച്ച് ഗ്രാവിറ്റി കുറയും. രണ്ട് മാസ് കൂടുന്ന അനുസരിച്ച് ഗ്രാവിറ്റി കൂടും. അപ്പൊ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കാം, ഡിസ്റ്റൻസിന്റെ കാര്യം നമുക്ക് ഇവിടെ പറയേണ്ടതായിട്ടില്ല, എന്നാലും ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഭൂമിയിലെ ഏറ്റവും കൂടുതൽ ഗ്രാവിറ്റി അനുഭവപ്പെടുന്നത് പോളാർ റീജിയനിലാണ്. പോൾസിലാണ് ഏറ്റവും കൂടുതൽ ഗ്രാവിറ്റി അനുഭവപ്പെടുന്നത്. അതിന് റീസൺ എന്ന് പറയുന്നത് എർത്തിന്റെ സെന്ററിൽ നിന്ന് പോൾസിലോട്ടുള്ള ദൂരം കുറവാണ്. എന്നാൽ എർത്തിന്റെ സെന്ററിൽ നിന്ന് ഇക്വേറ്ററിലോട്ടുള്ള ഡിസ്റ്റൻസ് കൂടുതലാണ്. സ്വാഭാവികമായിട്ടും അവിടെ ഗ്രാവിറ്റി കുറയും. അപ്പൊ ഇക്വേറ്റർ ഭാഗത്ത് ഗ്രാവിറ്റി കുറവാണ്. ഓക്കെ. ഇനി പോളാർ റീജിയനിൽ ഗ്രാവിറ്റി കൂടുതലാണ്. അപ്പൊ അതിന്റെ റീസൺ എന്താന്ന് മനസ്സിലായല്ലോ. പോളാർ റീജിയനിലോട്ട് ഡിസ്റ്റൻസ് കുറവാ. ഡിസ്റ്റൻസ് പോളാർ റീജിയനിലോട്ട് കുറവാണ്, സ്വാഭാവികമായിട്ടും ഗ്രാവിറ്റി കൂടും. ഇക്വറ്റോറിയൽ റീജിയനിലോട്ട് ഡിസ്റ്റൻസ് കൂടുതലാണ്, ഗ്രാവിറ്റി കുറയും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മാസ് ആണ്. ഞാൻ പറഞ്ഞു മാസ് കൂടുമ്പോൾ ഗ്രാവിറ്റി കൂടും. ഇപ്പൊ ഭൂമിയുടെ ഒരു ലാറ്റിറ്റ്യൂഡ് എടുത്തു പോയി കഴിഞ്ഞാൽ ആ ലാറ്റിറ്റ്യൂഡിൽ ഒരുപോലെ ഗ്രാവിറ്റി അനുഭവപ്പെടണം. പക്ഷെ ഭൂമിയുടെ എല്ലാ ലാറ്റിറ്റ്യൂഡുകളിലും, അതായത് ഒരു ലാറ്റിറ്റ്യൂഡിൽ വരുന്ന എല്ലാ സ്ഥലങ്ങളിലും, ഓക്കെ, ഒന്നും കൂടെ ഞാൻ പറയാൻ ശ്രദ്ധിച്ചേക്കണം, ഭൂമിയിൽ ഒരേ ലാറ്റിറ്റ്യൂഡിൽ വരുന്ന പ്രദേശങ്ങളിൽ ഒരേ ഗ്രാവിറ്റി അനുഭവപ്പെടണം. ഭൂമിയിൽ ഒരേ ലാറ്റിറ്റ്യൂഡിൽ വരുന്ന സ്ഥലങ്ങളിൽ ഒരേപോലെ ഗ്രാവിറ്റി അനുഭവപ്പെടണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ സെൻട്രലിൽ നിന്നുള്ള അകലം ഒരുപോലെയാണ് ആ ലാറ്റിറ്റ്യൂഡ് മൊത്തത്തില്. പക്ഷെ പല സ്ഥലങ്ങളിലും ഗ്രാവിറ്റി ഡിഫറൻസസ് കാണിക്കാറുണ്ട്. ആ ഗ്രാവിറ്റി ഡിഫറൻസുകളെയാണ് ഗ്രാവിറ്റേഷണൽ അനോമലി എന്ന് നമ്മൾ പറയുക. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ അനോമലി. ഗ്രാവിറ്റേഷണൽ അനോമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാവിറ്റിയിൽ വരുന്ന വേരിയേഷൻസ്, അതാണ് ഗ്രാവിറ്റേഷണൽ അനോമലി എന്ന് പറയുക. അപ്പൊ ഈ ഗ്രാവിറ്റേഷണൽ അനോമലി പല സ്ഥലങ്ങളിലും കാണാനുള്ള കാരണം എന്ന് പറയുന്നത്, ആ സ്ഥലത്തില് താഴെ വരുന്ന റോക്സിന് ഡെൻസിറ്റി ഡിഫറൻസസ് ഉണ്ടാവും, അല്ലെങ്കിൽ മാസ് ഡിഫറൻസസ് ഉണ്ടാവും. ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഗ്രാവിറ്റി കൂടുതലാണ് കാണിക്കുന്നതെങ്കിൽ അതിനർത്ഥം അവിടെ വരുന്ന
മാൻഡില് അല്ലെങ്കിൽ അവിടെ വരുന്ന ക്രസ്റ്റിലെ റോക്സിന് മാസ് കൂടുതലാണ് എന്നതാണ്. ഇനി എവിടെയെങ്കിലും ഗ്രാവിറ്റി കുറവ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ ഒരു ഭാഗത്ത് ഭൂമിക്കുള്ളിലായിട്ട് മാസ് കുറവാണ്, അതുകൊണ്ടാണ് അവിടെ ഗ്രാവിറ്റി കുറയുന്നത് എന്നാണ്. അപ്പൊ ഗ്രാവിറ്റേഷണൽ അനോമലീസിന്ന് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഭൂമിക്കുള്ളിലായി സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളുടെ മാസ് നമുക്ക് അസസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്താണ് മാഗ്നറ്റിക് സർവേസ്. എർത്തിന് മാഗ്നറ്റിസം ഉണ്ട്. അപ്പൊ എർത്തിന് എങ്ങനെയാണ് മാഗ്നറ്റിസം വരുന്നത്, എർത്ത് എങ്ങനെയാണ് മാഗ്നറ്റ് ആവുന്നത്? നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന കാര്യമാണ് എർത്തിന് മാഗ്നറ്റിസം ഉണ്ട്. അതെ, എർത്തിന് മാഗ്നറ്റിസം ഉണ്ട്. എർത്ത് എങ്ങനെയാണ് മാഗ്നറ്റ് ആവുന്നത് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ തന്നെ ഓർക്കുക, നിങ്ങളുടെ കയ്യിൽ ഒരു ഇരുമ്പിന്റെ റോഡ് ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ ഈ എക്സ്പെരിമെന്റ് ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ടാവും. ഒരു ഇരുമ്പിന്റെ റോഡ് ഉണ്ട്. ഈ ഇരുമ്പിന്റെ റോഡ് ചുമ്മാ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇതൊരിക്കലും മാഗ്നറ്റ് ആവില്ല, ഇതൊരിക്കലും മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യില്ല. എന്നാൽ ഈ ഇരുമ്പിന്റെ റോഡിന് ചുറ്റും നിങ്ങൾ ഒരു കോപ്പർ വയർ ചുറ്റിയിട്ട് ആ കോപ്പർ വയർ നിങ്ങൾ ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അതായത് ഒരു കോപ്പർ വയർ ചുറ്റി ആ കോപ്പർ വയർ ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുക. സ്വാഭാവികമായിട്ടും ആ കോപ്പർ വയറിനുള്ളിലൂടെ വൈദ്യുതി കടന്നു പോകും. വൈദ്യുതി കടന്നു പോകുന്ന അവസരത്തിൽ ഈ അയൺ റോഡ് മാഗ്നറ്റ് ആയി മാറും. ഇതിനെയാണ് നമ്മൾ സോളിനോയിഡ് എന്ന് പറഞ്ഞ് 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സോളിനോയിഡ് അതായത് വെറുതെ ഒരു അയൺ റോഡ് എടുത്തു കഴിഞ്ഞാൽ അത് മാഗ്നറ്റ് ആവില്ല. ആ അയൺ റോഡിനെ ചുറ്റി ഒരു കോപ്പർ വയർ വെച്ചിട്ട് അതിലൂടെ ഇലക്ട്രിസിറ്റി കടത്തി വിട്ടാൽ അത് എന്തായി മാറും, അതൊരു മാഗ്നറ്റ് ആയി മാറും. ഇതുപോലെ തന്നെയാണ് ഭൂമിയിലും സംഭവിക്കുന്നത്. അതായത് ഇത് ഇന്നർ കോർ ആണ് എന്ന് വിചാരിക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇന്നർ കോർ ഏത് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. ഇന്നർ കോർ സോളിഡ് സ്റ്റേജിലാണ്. നമ്മൾ നേരത്തെ പഠിച്ചു ഇന്നർ കോർ സോളിഡ് സ്റ്റേജിലാണ്. ഇത് ഔട്ടർ കോർ ആണ് എന്ന് വിചാരിക്കുക. ഔട്ടർ കോർ ലിക്വിഡ് സ്റ്റേജിലാണ്. ഇന്നർ കോർ സോളിഡ് സ്റ്റേജിലാണ്, ഔട്ടർ കോർ ലിക്വിഡ് സ്റ്റേജിലാണ്. ഇനി ഇന്നർ കോർ ഉണ്ടായേക്കുന്നത് നിക്കലും അയണും കൊണ്ടാണ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ ഇരുമ്പ് ദണ്ടിന് സമാനമാണ് നമ്മുടെ കോർ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇരുമ്പ് ദണ്ടിന് സമാനമാണ് നമ്മുടെ കോർ. കാരണം കോർ ഉണ്ടായിരിക്കുന്നത് നിക്കലും അയണും കൊണ്ടാണ്. നിക്കൽ ഒരു ഫെറസ് മെറ്റൽ ആണ്, സ്വാഭാവികമായിട്ട് അതിൻ്റെ ഉള്ള അയൺ ഉണ്ട്. പിന്നെ അയൺ, നിക്കൽ, അയൺ ഇത് രണ്ടും ഫെറസ് ആണ്. അപ്പോ ഇന്നർ കോർ സോളിഡ് ആണ്, അത് ആ ഇരുമ്പ് ദണ്ടിന് സമാനമായി ആക്ട് ചെയ്യും. ഇനി ഔട്ടർ കോർ ലിക്വിഡ് ആണല്ലോ. ഔട്ടർ കോർ ലിക്വിഡ് ആണെങ്കിൽ ഔട്ടർ കോറിനുള്ളിലെ ലിക്വിഡ് സ്റ്റേജിൽ ഇരിക്കുന്ന വസ്തുക്കള് മുകളിലോട്ടും താഴോട്ടേക്കും മൂവ് ചെയ്യുന്നുണ്ടാവും. കാരണം എന്താന്ന് വെച്ചാൽ ഭൂമിക്കുള്ളിലേക്ക് പോകുന്തോറും ചൂട് കൂടും. ചൂട് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ദ്രാവകാവസ്ഥയിലുള്ള ഔട്ടർ കോർ അവിടെ തിളച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. തിളക്കുക എന്ന് പറഞ്ഞാൽ എന്താ, വെള്ളം മുകളിലോട്ടും താഴോട്ടേക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും ഈ ഇന്നർ കോറിനുള്ളില് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ടാവാം. അതായത് അയോൺസ് ആണല്ലോ ചാർജ്ഡ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഈ അയോൺസ് ഔട്ടർ കോർ മൂവ് ചെയ്യുമ്പോൾ ഇതിന്റെ കൂടെ മൂവ് ചെയ്യും. അത് ഒരു ഇലക്ട്രിസിറ്റിക്ക് സമാനമായി ആക്ട് ചെയ്യും. അതൊരു ഇലക്ട്രിസിറ്റിക്ക് സമാനമായിട്ട് ആക്ട് ചെയ്യും. സ്വാഭാവികമായിട്ടും ഇന്നർ കോർ എന്തായി മാറും, മാഗ്നറ്റ് ആയിട്ട് മാറും. ഇന്നർ കോർ മാഗ്നറ്റ് ആയിട്ട് മാറും. പറഞ്ഞിരിക്കുക ഇന്നർ കോർ മാഗ്നറ്റ് ആയി മാറുന്നത് എങ്ങനെയാണ്. അപ്പൊ ഈ ഒരു സ്റ്റഡീസിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ പറയുക, ഇന്നർ കോർ സോളിഡ് ആണ്, ഔട്ടർ കോർ ലിക്വിഡ് ആണ്. ഔട്ടർ കോർ ലിക്വിഡ് ആണെങ്കിൽ മാത്രമേ ഇലക്ട്രിസിറ്റിക്ക് സമാനമായ ഒരു മൂവ്മെന്റ് അവിടെ നടക്കുള്ളൂ. ഇന്നർ കോർ സോളിഡ് ആയാൽ മാത്രമേ അവിടെ ഇന്നർ കോർ ഒരു അയൺ റോഡ് പോലെ പ്രവർത്തിക്കത്തുള്ളൂ. അപ്പൊ എർത്തിന് മാഗ്നറ്റിസം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായപ്പോ അതിന്റെ കൂടെ നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലായി. അതായത് എർത്തിന് ഇന്നർ കോർ സോളിഡ് ആണ്, ഔട്ടർ കോർ ലിക്വിഡ് ആണ് എന്ന്. ഇനി ലാസ്റ്റ് ഇൻഡയറക്റ്റ് സോഴ്സ് ആണ് സീസ്മിക് വേവ്സ്. സീസ്മിക് വേവ്സ് എന്ന് പറയുന്നത് എർത്ത് ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന വേവുകളാണ് എന്ത്, സീസ്മിക് വേവ്സ്. അപ്പൊ ഈ എർത്ത് ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന സീസ്മിക് വേവ്സിന്റെ ചലനം പഠിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എർത്തിന്റെ ഓരോ ലെയറിലും ഡെൻസിറ്റി ഡിഫറൻസസ് ഉണ്ട്. ആ ഡെൻസിറ്റി ഡിഫറൻസിനനുസരിച്ച് ഈ സീസ്മിക് വേവ്സിന്റെ മൂവ്മെന്റില് വേരിയേഷൻസ് ഉണ്ട്. അപ്പൊ മാഗ്നറ്റിക് സർവേസില് സീസ്മിക് വേവ്സ്
കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ എർത്ത് എന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിക്കും. അപ്പോൾ എന്തൊക്കെയാണ് എർത്തിന്റെ ഇന്റീരിയറിനെ കുറിച്ച് അറിയാനുള്ള സോഴ്സുകൾ? ഡയറക്റ്റ് സോഴ്സ് എന്ന് ഇൻഡയറക്റ്റ് സോഴ്സ് എന്ന് രണ്ടായിട്ട് തിരിക്കുക. ഡയറക്റ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എർത്തിന്റെ ഉള്ളിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കണം. രണ്ടാമത്തെ കാര്യം ടാൻജിബിൾ ആയിരിക്കണം. ഇൻഡയറക്റ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ എർത്തിന്റെ പുറത്തുനിന്ന് ലഭിക്കുന്നതായിരിക്കണം, അല്ലെങ്കിൽ എർത്തിനുള്ളിൽ നിന്ന് ലഭിക്കുകയും അതേസമയം തൊട്ട് നോക്കാൻ പറ്റാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇൻഡയറക്റ്റ് സോഴ്സസ് എന്ന് പറയുക. ഒന്നില്ലെങ്കിൽ എർത്തിന്റെ പുറത്തുനിന്ന് ലഭിക്കണം, അല്ലെങ്കിൽ തൊട്ട് നോക്കാൻ കഴിയരുത്, അങ്ങനെയുള്ള ആൾക്കാരാണ് ഇൻഡയറക്റ്റ് സോഴ്സസ്. ഇപ്പൊ ഡയറക്റ്റ് സോഴ്സസിന് എക്സാമ്പിൾ ആണ് മൈനിങ്, വോൾക്കാനിക് ഇറപ്ഷൻ, ഓഷ്യൻ ഡ്രില്ലിംഗ്. ഇൻഡയറക്റ്റ് സോഴ്സസിന് എക്സാമ്പിൾ ആണ് മീറ്റിയോർസ്. മീറ്റിയോർസ് ഭൂമിക്ക് പുറത്തുനിന്ന് വരുന്ന ഗ്രാവിറ്റി നമ്മൾ പറഞ്ഞു ഭൂമിക്കുള്ളിൽ നിന്ന് വരുന്നത്, പക്ഷെ തൊട്ട് നോക്കാൻ പറ്റില്ല. മാഗ്നറ്റിക് സർവേസ്, അതും നമ്മൾ പറഞ്ഞു ഭൂമിയുടെ മാഗ്നറ്റിക് സർവേസിൽ നിന്നാണ് ഇന്നർ കോർ സോളിഡ് ആണ്, ഔട്ടർ കോർ ലിക്വിഡ് ആണ് എന്നും കിട്ടുന്നത്. ദെൻ സീസ്മിക് വേവ്സ് അഥവാ ഭൂകമ്പ തരംഗങ്ങൾ, ഭൂചലനം ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന തരംഗങ്ങൾ. ഓക്കെ, ഇനി നിങ്ങളോട് ഒരു കാര്യം പറയാം. എർത്തിന്റെ മാഗ്നറ്റിക് പോൾസ് എവിടെയാണ് എന്ന് ചോദിക്കും. ഭൂരിഭാഗം ആരുടെയും ധാരണ മാഗ്നറ്റിക് സൗത്ത് പോള് മുകളിലും മാഗ്നറ്റിക് നോർത്ത് പോള് താഴെയുമാണെന്നാണ്. അങ്ങനെയല്ല, എർത്തിന്റെ മാഗ്നറ്റിക് പോൾസ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇത് മുൻവർഷ UPSC ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോ മാഗ്നറ്റിന്റെ നോർത്ത് പോൾ ഇവിടെ, സൗത്ത് പോൾ ഇവിടെ, കുറച്ചേരം കഴിയുമ്പോൾ എർത്തിന്റെ മാഗ്നറ്റിക് നോർത്ത് പോൾ ഇവിടെയോ ചിലപ്പോ സൗത്ത് പോൾ ഇവിടെ ആയിരിക്കും. ചിലപ്പോ ഇവിടെ ആയിരിക്കും നോർത്ത് പോൾ വരിക, ഇവിടെ ആയിരിക്കും സൗത്ത് പോൾ വരിക. ചിലപ്പോൾ ഇവിടെ ആയിരിക്കും നോർത്ത് പോൾ വരിക, ചിലപ്പോൾ ഇവിടെ ആയിരിക്കും സൗത്ത് പോൾ വരിക. അതായത് ഒറ്റ കാര്യം ഓർത്താൽ മതി, എർത്തിന്റെ മാഗ്നറ്റിക് പോൾസ് ഫിക്സഡ് അല്ല. എർത്തിന്റെ മാഗ്നറ്റിക് പോള് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. എർത്തിന്റെ മാഗ്നറ്റിക് പോൾസ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും എന്ന് ഓർത്തിരിക്കുക. ഇതിങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ തരും, എർത്തിന്റെ മാഗ്നറ്റിക് പോൾസ് ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്തു നോക്കാം. ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു നോക്കാവോ? കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് asthenosphere. It is the part of crust over which lithospheric plates are moving. Choose the correct statements. Answer ചെയ്യാവോ ഒന്ന്? ഓക്കെ, അപ്പൊ asthenosphere കുറിച്ച് ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ക്രസ്റ്റ്. തെറ്റാണ്. ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് മാൻഡിലിന്റെ ഭാഗമാണ് asthenosphere. ഓവർ വിച്ച് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് ആർ മൂവിങ്. അത് ശരിയാണ്. വെരി ഗുഡ് അരുൺ. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 only. ആൻസർ ഈസ് ഓപ്ഷൻ ബി, 2 only. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following can be considered as direct sources to know about the interior structure of Earth? Which of the following can be considered as direct source to know about the Earth? എർത്തിനെ കുറിച്ചാണ് ഡയറക്റ്റ് സോഴ്സ്. ഏതൊക്കെയാണ് ഡയറക്റ്റ് സോഴ്സസ് ആണ്? വോൾക്കാനിക് ലാവ വരും, ഗ്രാവിറ്റേഷൻ സ്റ്റഡി വരില്ല, മീറ്റിയോർ വരില്ല, മൈൻഡ് റോക്ക് വരും. പക്ഷെ എന്താണെന്നറിയാവോ? ചൂസ് ദി ഇൻകറക്റ്റ് ആൻസർ. ഇൻകറക്റ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഇൻകറക്റ്റ് 2 and 3 ആണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. ശരിക്കും പെട്ടെന്ന് എല്ലാവരും ബി ആണ് ആൻസർ ചെയ്യുക, കുഴപ്പമില്ല. പക്ഷെ സാധാരണ UPSC ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും, എന്നിട്ട് അവസാനം അവർ ചൂസ് ദി ഇൻകറക്റ്റ് എന്ന് തരും. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനത്തെ ട്രിക്സ് അവർ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ തെറ്റിക്കരുത്, 2 and 3 ആണ് അവിടെ വരുന്ന ഇൻകറക്റ്റ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പൊ കറക്റ്റ് ആണ് ചോദിച്ചേർന്നെങ്കിൽ ആൻസർ ബി ആയിരുന്നേനെ കേട്ടോ. കറക്റ്റ് ആയിരുന്നെങ്കിൽ ആൻസർ ബി ആയിരുന്നേനെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Arrange the following discontinuities from surface to center of Earth. Gutenberg discontinuity, Petit discontinuity, Lehman discontinuity, Moho discontinuity. എർത്തിന്റെ സർഫസിൽ നിന്ന് സെന്ററിലോട്ട് ഓർഡർ ചെയ്യാനാണ് ചോദിച്ചത്. സർഫസ് ടു ദ സെന്റർ ഓഫ് എർത്ത്. ഏറ്റവും സർഫസിലായിട്ട് ആരാ വരുന്നത്? ഓക്കെ, എല്ലാരും ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിച്ചേ. ഓക്കെ, സർഫസിൽ ഗുട്ടൻബർഗ് ആണ് വരിക. അപ്പൊ ഫസ്റ്റ് ആണ് വരിക. ഗുട്ടൻബർഗ് അല്ല, എനിക്ക് മാറിപ്പോയതാ. ആദ്യം വരുന്നത് മൊഹോ ഡിസ്കണ്ടിന്യൂറ്റി ആണ്. മൊഹോ 4ാമത്തെ ആളാണ് ആദ്യം വരിക. അത് കഴിഞ്ഞ്
റെപ്പിറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി വരിക രണ്ടാമത്തത്. അത് കഴിഞ്ഞിട്ട് ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി ആണ് വരിക. ഫൈനലി ലേമാൻ ഡിസ്കണ്ടിന്യൂറ്റി ആണ് വരിക. അപ്പൊ 4213 ആൻസർ ഓപ്ഷൻ സി ആണ്. 4213. ഒന്ന് പറഞ്ഞ ഏറ്റവും മുകളിൽ നിന്ന് താഴോട്ടുള്ള ഡിസ്കണ്ടിന്യൂറ്റി കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി ആദ്യത്തെ. അത് കഴിഞ്ഞ മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി. അത് കഴിഞ്ഞ ആരായിരുന്നു? അത് കഴിഞ്ഞ റെപ്പിറ്റി ഡിസ്കണ്ടിന്യൂറ്റി. അത് കഴിഞ്ഞ ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി. അത് കഴിഞ്ഞ ലേമാൻ ഡിസ്കണ്ടിന്യൂറ്റി. ഇതാണ് ഓർഡർ. കോൺറാഡ്, മൊഹറോവിക്, റെപ്പിറ്റി, ഗുട്ടൻബർഗ് ആൻഡ് ലേമാൻ ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ, 4213 ആണ് ഓർഡർ വരിക. അപ്പോ ഇത്രയുമാണ് ഈ ഒരു സെഷനിൽ നമുക്ക് ചെയ്യാനുള്ള ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു ടോപ്പിക്കാണ് പഠിച്ചത്, പക്ഷെ കുറച്ച് കൺഫ്യൂസിങ് ആണ്. അപ്പൊ ഇത് കൃത്യമായി പഠിച്ചിട്ട് വേണം വരാനായിട്ട്. ഇവിടെ ഒരു UPSC ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് കൊടുത്തേക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ UPSC ക്വസ്റ്റ്യൻ നോക്കണ്ട. നമുക്ക് കുറച്ച് പോർഷൻ അങ്ങ് കഴിഞ്ഞ് കഴിയുമ്പോൾ KS വരുന്ന മെയിൻസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒരു 2-3 പോർഷൻസും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുവരെ നടന്ന പോർഷൻസിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള മെയിൻസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ഈ പോർഷൻസ് പഠിക്കണം. അപ്പൊ എല്ലാവരും ഇത് കൃത്യമായിട്ട് പഠിച്ചിട്ട് വരിക. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ക്ലാസ് ക്ലിയർ ആണ് എന്ന് വിശ്വസിച്ചുകൊണ്ട്